ആ ക്രിസ്തു വെളിപ്പെടുത്തപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് സഭകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം. കാരണം ഏത് വചനം വായിച്ചാലും യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്നും മനസ്സിലാകാത്ത ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ട്രഡീഷണൽ ചർച്ചയിൽ ആഭരണം അനുവദിക്കാത്തതുകൊണ്ട് കുറേ ആൾക്കാർ പോയി ഏതായാലും കർത്താവിനെ അറിഞ്ഞു, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കർത്തൃമേശ കിട്ടത്തില്ല, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് പറഞ്ഞു ഒരു കൂട്ടം ഈ ന്യൂ ജനറേഷൻ ചർച്ചിലോട്ട് പോയി. അവരെ ചെന്ന് ചാടുന്നത് അവർ വേളാങ്കണ്ണി പോകുന്ന പോലെയാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ച് എന്ന് പറയുന്നത്. കാത്തലിക്സിനോട് ചോദിച്ചാൽ വേളാങ്കണ്ണി പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? നിങ്ങൾ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ മറിയമ്മനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് പറയും? അവർ പറയും യേശു കർത്താവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല, കേൾക്കുന്നില്ല, എന്നാൽ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതാവ്, അങ്ങനെയല്ലേ പറയുന്നേ? കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്കും കിട്ടുന്നില്ല, അപ്പം നമ്മൾ തങ്കുബ്രദറിൻ്റെ അടുത്ത് പോകും, അല്ല ഏതെങ്കിലും ഒരു പാസ്റ്റർ എടുത്ത്, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒന്നും നടക്കുന്നില്ല. ഇപ്പം ആര് പ്രാർത്ഥിച്ചാൽ നടക്കും? ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നടക്കില്ല, പക്ഷെ ആ പാസ്റ്റർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമെങ്കിൽ എൻ്റെ മധ്യസ്ഥൻ ആരാ? നിങ്ങൾ പറയൂ, ആരാണ് എൻ്റെ മധ്യസ്ഥൻ? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തൊരു കാര്യം ഒരു പാസ്റ്റർ പോയി അതേ വിഷയം പറയുമ്പം ദൈവം പറയുകയാണോ ഓക്കെ നീ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മെനക്കെടേണ്ട കാര്യമുണ്ടോ? പാസ്റ്ററിന് 500 രൂപ കൊടുത്താൽ പോരെ? അപ്പോൾ ആരാ മധ്യസ്ഥൻ? അപ്പം കത്തോലിക്കരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? കത്തോലിക്കരുടെ മധ്യസ്ഥന്മാരെല്ലാം മരിച്ചുപോയി, നമ്മുടെ മധ്യസ്ഥന്മാരെല്ലാം ജീവനോടിരിക്കുന്നു. കത്തോലിക്കരെ മധ്യസ്ഥന്മാർ മരിച്ചു പോയതുകൊണ്ട് അവരെക്കുറിച്ചുകൊണ്ടുള്ള ഉപദ്രവം വളരെ കുറവാണ്. 10 രൂപ 5 രൂപ സ്വതരാച്ചിട്ടാലും അത് എത്ര നിന്നും എണ്ണി നോക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മധ്യസ്ഥന്മാർ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ സൂത്രത്തിൽ എണ്ണി നോക്കുന്ന മധ്യസ്ഥന്മാർ ഒത്തിരിയുണ്ട്. അപ്പോൾ ശരിക്കും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ അതേ വേർഷൻ വേറൊരു രീതിയിൽ കുപ്പായിടാത്ത പൗരോഹിത്യവും അതേ തരത്തിലുള്ള മധ്യസ്ഥതയും ദൈവത്തിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെല്ലാനുള്ള ധൈര്യമില്ലായ്മയും മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയും ഇതെല്ലാം ഈ റോമൻ കാത്തലിക് ചർച്ചിൽ നിന്നുള്ള അതേ ഉപദേശമായിട്ടാണ് ഇന്ന് പല പെന്തക്കോസ് ഈ ക്രിസ്തു അടിസ്ഥാനമായിട്ട് വീണില്ലെങ്കിൽ നമ്മുടെ എല്ലാ സഭകളും അങ്ങനെ ആയി പോകും. ഇത് ആരുടെ കുഴപ്പമില്ല, അത് അവിടെ നിൽക്കുള്ളൂ. കാരണം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയിൽ വീണില്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെയാകും, ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് യേശുവായിട്ട് ആകെയുള്ള പരിചയം. വയറുവേദന മാറാൻ, തലവേദന മാറാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതാണ് മിക്കവാറും ആൾക്കാർ യേശു ക്രിസ്തുവായിട്ടുള്ള പരിചയം, അത്രയേ ഉള്ളൂ. സഭയിൽ മിക്കവാറും ഞായറാഴ്ചകളിൽ യേശുവിൻ്റെ നാമം പേര് പറയുന്ന പോലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറയാൻ വേണ്ടി മാത്രം. എന്നോടൊരു മോള് പറഞ്ഞാണ്, ഞങ്ങളുടെ ചർച്ചിൽ യേശുവിൻ്റെ പേര് പറയുന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറയാൻ വേണ്ടിയാണ്. രാവിലെ ചെല്ലുന്നു, 2 പാട്ട് പാടുന്നു, അത് കഴിയുമ്പോൾ സങ്കീർത്തനം വായിക്കുന്നു, ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ദാവീദ് അകപ്പെട്ടു പോയ കെണികളിൽ നിന്ന് ദൈവം രക്ഷിച്ച പോലെ നമ്മളെയും രക്ഷിക്കുമെന്ന് പറയുന്നു. നമ്മളെക്കുറിച്ചാണ് എല്ലാം. സാക്ഷ്യം പറയുന്നു, അതും നമ്മളെക്കുറിച്ചാണ്. എൻ്റെ മക്കൾ ഗൾഫിലായിരുന്നു, ഫ്ലൈറ്റിൽ വരുന്നുണ്ട്, താഴെ നേരെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പോലെ ഇത് നമ്മുടെ വിഷയങ്ങളാണ്. അയ്യോ, നിങ്ങളെ കുറ്റം പറഞ്ഞല്ല, ഇത് എല്ലായിടത്തും ഉള്ളതാണ്. അത് കഴിയുമ്പം പ്രസംഗമാണ്. പ്രസംഗത്തിനകത്തും നമ്മളെക്കുറിച്ചാണ്. നീ വിഷമിക്കേണ്ട, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നു. ഇത്രയും നേരം നിന്നെ ബന്ധിച്ച് വെച്ച സാത്താൻ ഇപ്പം ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിയാൻ പോകുന്നു. ഇത് രാവിലെ പ്രസംഗിച്ച് അഴിച്ചാൽ വൈകിട്ട് പിന്നെ അഴിക്കണം വേറൊരാൾ വന്നിട്ട്. 40 ദിവസം ഉപവാസ പ്രാർത്ഥന ആണെങ്കിൽ രാവിലെ ഒഴിക്കും, വൈകിട്ട് ഒഴിക്കും, പിന്നെ പിറ്റേ ദിവസം രാവിലെ അഴിക്കാൻ കെട്ടുകൾ ബാക്കിയായിരിക്കും. അത് 40 ദിവസം കഴിഞ്ഞാൽ അത് അഴിഞ്ഞാൽ പിന്നെ 21 ദിവസം എടുത്ത് പിന്നെ അഴിക്കും. ഇത് അഴിഞ്ഞഴിഞ്ഞ് എപ്പോഴേ ആൾ ഫ്രീ ആകുന്നതെന്ന് അറിയാൻ മേല. ഒറ്റ വിഷയമുള്ളൂ, നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും ഇത് തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാ മതത്തിലെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കാര്യങ്ങൾക്ക് വേണ്ടി. ആഹാരം, വസ്ത്രം, ഉപജീവനം, കാശ്, പിന്നെ വിദ്യാഭ്യാസം, ഇതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഓരോ മതങ്ങളിൽ അതിന് പ്രത്യേക ദൈവങ്ങൾ വരെയുണ്ട്. നമുക്ക് പിന്നെ പല ദൈവങ്ങളിൽ ഒരാളോട് തന്നെ എല്ലാം പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. വിഷയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ശരിക്കും ഈ റിലീജിയൻ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ശരിക്കും ക്രിസ്തു എന്ന അടിസ്ഥാനമല്ല, നമ്മൾ തന്നെയാണ് എന്ത് ഇന്ന് സഭകളുടെ അടിസ്ഥാനം. നമുക്ക്
1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സഭ പണിയപ്പെടുന്നത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഈ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എങ്ങനെയാണ് സഭയ്ക്ക് അടിസ്ഥാനമിട്ടത്? എന്തായിരുന്നു അതിൻ്റെ പ്രാധാന്യം? കാലഘട്ടം കഴിഞ്ഞ് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം സഭ ആരംഭിക്കുമ്പോൾ ഓരോ സഭയിലും സംസാരിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമമായിരുന്നു. കാരണം ഒന്നും പുതിയ നിയമം ഉണ്ടായിരുന്നില്ല, പഴയ നിയമം ആണ് പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ സഭയിലും പഴയ നിയമം ഉദ്ധരിച്ചാണ്. കാരണം തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് അതാണ്. ലേഖനങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല, സുവിശേഷം എഴുതപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിന് കാലഘട്ടം ഒരു 10, 20, 30 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് സുവിശേഷമൊക്കെ കിട്ടുന്നത്. വെളിപ്പാട് പുസ്തകം പിന്നെ 90 വർഷം, 60 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ കോൺഗ്രിഗേഷനിൽ അന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ പഴയ നിയമത്തിൽ നിന്നാണ്. പക്ഷേ പഴയ നിയമത്തിനകത്ത് നമുക്ക് 2 രീതിയിൽ പഴയ നിയമം വ്യാഖ്യാനിക്കാം. ഇൻഫാക്ട് 3 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്നാമത്, നമ്മൾ യഹൂദന്മാർ പഴയ നിയമം വായിച്ച പോലെ വ്യാഖ്യാനിക്കാം. യഹൂദന്മാർ പഴയ നിയമം വായിച്ച പോലെ വ്യാഖ്യാനിച്ചാൽ നമ്മൾ അതിനകത്ത് എന്തൊക്കെ കാണുന്നത്? യാഗങ്ങളും കൽപ്പനകളും നിയമങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇനി പെന്തക്കോസ്തുകാർ വായിക്കുന്ന പോലെ വ്യാഖ്യാനിച്ചാലോ എന്താ കാണുന്നറിയോ? നമ്മളെ തന്നെയാണ് കാണുന്നത്. എല്ലാത്തിനകത്തും നമ്മൾ തന്നെയാണ്. പഴയ നിയമം വായിച്ചാലും അതിനകത്ത് നമ്മളെ തന്നെയാണ് കാണുന്നത്. എങ്ങനെയാണെന്നറിയോ? ദാനിയേലിനെ കുറിച്ച് വായിക്കുമ്പോൾ ദാനിയേൽ സിംഹക്കുഴി കിടക്കുന്നു. ആ ദാനിയേൽ ആരാ? ഞാനാ. സിംഹങ്ങൾ ചുറ്റും നിൽക്കുന്നു, പാവം ദാനിയേലായ ഞാനത്. ഇപ്പോൾ എന്നെ തന്നെയാണ് കാണുന്നത്. ഏത് കഥ വായിച്ചാലും, ഏത് സംഭവം വായിച്ചാലും അത് എന്നെക്കുറിച്ചുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ ഇന്നത്തെ വായന അങ്ങനെയാണ്. ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ദാവീദ് 5 കല്ലുമായിട്ട് വരുന്നു. ഞാൻ ആരാണ്? എൻ്റെ പ്രശ്നങ്ങളെ നേരിടുന്ന 5 കല്ലെടുത്തുകൊണ്ട് നേരിടുന്ന ദാവീദാണ് ഞാൻ. അപ്പോൾ എപ്പോഴും ഹീറോ ആരായിരിക്കും നമ്മൾ കഥ വായിക്കുമ്പോൾ? സഹോദരങ്ങളും അപ്പനും അമ്മയൊക്കെ വെറുത്ത് ഉപേക്ഷിച്ച യോസഫ് ആരാണ്? അത് ഞാനാണ്. അപ്പോൾ ഇങ്ങനെ നാർസിസിസ്റ്റിക്, അതായത് എൻ്റെ റിഫ്ലക്ഷൻ മാത്രം കാണുന്ന വ്യാഖ്യാനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ പഴയ നിയമത്തിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഏത് കഥ എടുത്താലും അത് എന്നെക്കുറിച്ച്, രാജാക്കന്മാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് എന്നോടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈബിൾ എടുത്തിട്ട് നിനക്കൊരു ശുഭഭാവി വരുമെന്ന് പറയുമ്പം അത് ഇവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് നടക്കുന്നവരോട് എഴുതുകയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും അത് പ്രവാസത്തിലായിരുന്ന പാവങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു, അവരോട് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ശുഭഭാവി വരുമെന്ന്. അപ്പോൾ അത് എന്നോട് ഇന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വ്യാഖ്യാനം അനുസരിച്ച് ഈ ബൈബിൾ മുഴുവൻ നമ്മളെക്കുറിച്ചുള്ളതാണ്. എല്ലാ വാക്കും. മഴയാണോ ഇത്? നല്ല കാര്യം, ഞാൻ ബൈക്ക് എടുത്ത് വന്നപ്പോഴേ ഞാൻ ചിന്തിച്ചു. ഓക്കെ. അപ്പോൾ എന്നാൽ 3-മതൊരു രീതിയിലാണ് അപ്പോസ്തലന്മാർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. ഈ 2 രീതിയിലല്ല. അപ്പോസ്തലന്മാർ പഴയ നിയമത്തിൽ ഏത് ഭാഗം എടുത്താലും അതിനകത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു. ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മനസ്സിലാകുന്നത് ഈ ദാവീദിന്റെ സിംഹാസനത്തിൽ നിത്യമായി വാഴുന്ന യേശുക്രിസ്തുവിന്റെ നിഴലായിട്ടാണ്. യാഗത്തെക്കുറിച്ച് വായിക്കുമ്പം അപ്പോസ്തലന്മാർക്ക് മനസ്സിലാകുന്നത് ക്രിസ്തുവിൻ്റെ നിത്യമായ യാഗത്തിലേക്ക് നോക്കുന്ന നിഴലുകളായിട്ടാണ്. അപ്പോൾ പഴയ നിയമം അവർ ഉദ്ധരിച്ചുകൊണ്ടിരുന്നതും വായിച്ചുകൊണ്ടിരുന്നതും പഠിപ്പിച്ചുകൊണ്ടിരുന്നതും എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അത് കാരണം ഈ മെശിഹ ആരാണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവർ ബൈബിള് പഴയ നിയമം വായിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച് നമുക്കറിയാം. ഈ അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമം വായിച്ചിട്ട് അത് നിന്നെ പോലെ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്താ പറഞ്ഞത്? എല്ലാം ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ആക്കിയിട പറയുന്നത്. കാരണം യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുവെഴുത്തുകളിലെല്ലാം എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എല്ലാ തിരുവെഴുത്തിലും. അപ്പോൾ പഴയ നിയമത്തിൽ ഏത് പുസ്തകം വായിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനത്തിൻ്റെ നിഴലാണ്. ക്രിസ്തുവിൻ്റെ നിഴലായിട്ടുള്ള വചനമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദിമ സഭയിലെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ളതായിരുന്നു. ഓക്കെ. അപ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനം ഇടാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്ന 2 കൂട്ടം ആൾക്കാർ, ഒന്ന് അപ്പോസ്തലന്മാരും മറ്റൊന്ന് പ്രവാചകന്മാരുമായിരുന്നു.
ഈ അപ്പോസ്തലന്മാർ എന്താ തെളിയിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാർ മുൻചൊന്ന ആ മെശിഹ യേശുക്രിസ്തു ആണ്, നിങ്ങൾ അവനെ ക്രൂശിച്ചു, പിതാവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് പ്രവചനങ്ങളിലൂടെ ഇത് ഇസ്രായേലിന് വരാനിരുന്ന നന്മയെക്കുറിച്ചാണ് പറയുന്നതെന്ന് അവർ സ്ഥാപിക്കുകയാണ് ചെയ്തത്. പക്ഷെ കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം പൗലോസ് കൊരിന്ത് സഭയിൽ ഇട്ടിരുന്നു. ഓക്കെ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഇട്ടിരുന്നത് പൗലോസ് പറയുന്നത്, ഈ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന് മുകളിൽ വേറെ ഒന്നിടുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. അപ്പോൾ ക്രിസ്തു എന്ന അടിസ്ഥാനം എങ്ങനെ ഇടുന്നത്? എങ്ങനെയാണ് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയ്ക്ക് ഉണ്ടാകുന്നത്? ഈ ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയ്ക്ക് വന്നില്ലെങ്കിൽ അത് കർത്താവിൻ്റെ സഭ തന്നെയാണോ? നമ്മുടെ സഭ, നമ്മൾ വർഷിപ്പ് ചെയ്യുന്ന സഭ യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിട്ടുണ്ടോ? അതോ ഒരു പ്രാർത്ഥനാ കൂട്ടമായി അവശേഷിക്കുകയാണോ? ഇത് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എക്സിസ്റ്റൻഷ്യൽ റീസൺസ്, നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപജീവനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഉപജീവന കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഉപവാസങ്ങളും, ഇതിനകത്ത് യേശുക്രിസ്തുവിനെ അടിസ്ഥാനമിട്ടുള്ള ഉപദേശം ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വേദന ഉണ്ടാക്കിയിട്ടുള്ള കാര്യം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം സഭകളിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യമാണ് ഞാൻ പ്രസംഗിക്കുന്നത് എപ്പോഴും എല്ലായിടത്തും. എൻ്റെ എല്ലാ പ്രസംഗത്തിലും ഒരൊറ്റ കഥയുള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. ഏത് വാക്യം എടുത്താലും ഒരൊറ്റ കാര്യമുള്ളൂ, ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം. ആ ക്രിസ്തു വെളിപ്പെടുത്തപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്ന് സഭകളിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം. കാരണം ഏത് വചനം വായിച്ചാലും യേശുക്രിസ്തുവിനെ കുറിച്ചൊന്നും മനസ്സിലാകാത്ത ഒരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പം പൗലോസ് പറയാണ്, ഈ ക്രിസ്തു എന്ന അടിസ്ഥാനം വീണിട്ടുണ്ട്. എവിടെ? കൊരിന്ത് സഭയിൽ. ഈ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് എപ്പോഴും പറയാറുണ്ട്. അങ്ങനെയാണ് നമുക്ക് യേശുവായിട്ട് ആകെയുള്ള പരിചയം. വയറുവേദന മാറാൻ, തലവേദന മാറാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതാണ് മിക്കവാറും ആൾക്കാർ യേശുക്രിസ്തുവായിട്ടുള്ള പരിചയം, അത്രയേ ഉള്ളൂ. സഭയിൽ മിക്കവാറും ഞായറാഴ്ചകളിൽ യേശുവിൻ്റെ നാമം പേര് പറയുന്ന പോലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പറയാൻ വേണ്ടി മാത്രം. എന്നോടൊരു മോള് പറഞ്ഞാണ്, ഞങ്ങളുടെ ചർച്ചിൽ യേശുവിൻ്റെ പേര് പറയുന്നത് തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ എന്ന് പറയാൻ വേണ്ടിയാണ്. രാവിലെ ചെല്ലുന്നു, 2 പാട്ട് പാടുന്നു, അത് കഴിയുമ്പോൾ സങ്കീർത്തനം വായിക്കുന്നു, ദാവീദിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ദാവീദ് അകപ്പെട്ടു പോയ കെണികളിൽ നിന്ന് ദൈവം രക്ഷിച്ച പോലെ നമ്മളെയും രക്ഷിക്കും എന്ന് പറയുന്നു. നമ്മളെക്കുറിച്ചാണ് എല്ലാം. സാക്ഷ്യം പറയുന്നു, അതും നമ്മളെക്കുറിച്ചാണ്. എൻ്റെ മക്കൾ ഗൾഫിലായിരുന്നു, ഫ്ലൈറ്റിൽ വരുന്നുണ്ട്, താഴെ നേരെ ലാൻഡ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എക്സാമിനേഷൻ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച പോലെ അത് നമ്മുടെ വിഷയങ്ങളാണ്. അയ്യോ, നിങ്ങളെ കുറ്റം പറഞ്ഞല്ല, ഇത് എല്ലായിടത്തും ഉള്ളതാണ്. അത് കഴിയുമ്പം പ്രസംഗമാണ്. പ്രസംഗത്തിനകത്തും നമ്മളെക്കുറിച്ചാണ്. നീ വിഷമിക്കേണ്ട, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ പോകുന്നു. ഇത്രയും നേരം നിന്നെ ബന്ധിച്ച് വെച്ച സാത്താൻ ഇപ്പം ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴിയാൻ പോകുന്നു. ഇത് രാവിലെ പ്രസംഗിച്ച് അഴിച്ചാൽ വൈകിട്ട് പിന്നെ അഴിക്കണം വേറൊരാൾ വന്നിട്ട്. 40 ദിവസം ഉപവാസ പ്രാർത്ഥനയാണെങ്കിൽ രാവിലെ ഒഴിക്കും, വൈകിട്ട് ഒഴിക്കും, പിന്നെ പിറ്റേ ദിവസം രാവിലെ അഴിക്കാൻ കെട്ടുകൾ ബാക്കിയായിരിക്കും. അത് 40 ദിവസം കഴിഞ്ഞാൽ അത് അഴിഞ്ഞാൽ പിന്നെ 21 ദിവസം എടുത്ത് പിന്നെ അഴിക്കും. ഇത് അഴിഞ്ഞഴിഞ്ഞ് എപ്പോഴേ ആൾ ഫ്രീ ആകുന്നതെന്ന് അറിയാൻ മേല. ഒറ്റ വിഷയമുള്ളൂ, നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്കൊരു കുഴപ്പമുണ്ട്. ഈ പ്രാർത്ഥനയ്ക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മതങ്ങളും ഇത് തന്നെയാണ്. ലോകത്തിലുള്ള എല്ലാ മതത്തിലെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ കാര്യങ്ങൾക്ക് വേണ്ടി. ആഹാരം, വസ്ത്രം, ഉപജീവനം, കാശ്, പിന്നെ വിദ്യാഭ്യാസം, ഇതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. ഓരോ മതങ്ങളിൽ അതിന് പ്രത്യേക ദൈവങ്ങൾ വരെയുണ്ട്. നമുക്ക് പിന്നെ പല ദൈവങ്ങളിൽ ഒരാളോട് തന്നെ എല്ലാം പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. വിഷയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ശരിക്കും ഈ റിലീജിയൻ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ശരിക്കും ക്രിസ്തു എന്ന അടിസ്ഥാനമല്ല, നമ്മൾ തന്നെയാണ് എന്ത് ഇന്ന് സഭകളുടെ അടിസ്ഥാനം. അതെങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറയിലൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവിടെ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ട് പറഞ്ഞു, ചേസ് പാസ്റ്ററുടെ ചർച്ചിൽ വന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ ശുശ്രൂഷകനായൊരു യൗവനക്കാരൻ, അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ചേസ് പാസ്റ്ററുടെ സഭയല്ല ഇത്, പുള്ളിയുടെ വരാറ് പോലും ഇല്ല, ഇത് കർത്താവ് തലയായ ഒരു കൂട്ടമാണ്. കാരണം മനുഷ്യൻ്റെ പരിപാടികളല്ല, ഇതൊന്നും മനുഷ്യൻ്റെ പരിപാടിയല്ല,
ഇതെല്ലാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. എൻ്റെ പരിപാടിയായി ഞാൻ തട്ടിപ്പോയാൽ പിന്നെ ആരും ഇല്ല അവിടെ. ഇന്നീ പണിയപ്പെടുന്നതെല്ലാം ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് പണിയപ്പെടുന്നതിന് പകരം ഒരു ബ്രാൻഡിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഒരാളുടെ കഴിവിൻ്റെ അടിസ്ഥാനം. ഇത് ന്യൂ ജനറേഷൻ മുഴുവൻ ഉണ്ടാകുന്ന അവനവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാക് സാമർഥ്യം, പിന്നെ സോൾ പവർ. ഈ ന്യൂ ജനറേഷൻ ചർച്ചകൾ എന്താ ചെയ്തിരിക്കുന്നത് അറിയോ? ഈ ട്രഡീഷണൽ ചർച്ചകളിൽ ആഭരണം അനുവദിക്കാത്തത് കൊണ്ട് കുറേ ആൾക്കാർ പോയി ഏതായാലും കർത്താവിനെ അറിഞ്ഞു, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ കർത്തൃമേശ കിട്ടത്തില്ല, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാമെന്ന് പറഞ്ഞു ഒരു കൂട്ടം ഈ ന്യൂ ജനറേഷൻ ചർച്ചിലോട്ട് പോയി. അവരെ ചെന്ന് ചാടുന്നത് അവർ വേളാങ്കണ്ണി പോകുന്ന പോലെയാണ് ഈ ന്യൂ ജനറേഷൻ ചർച്ച് എന്ന് പറയുന്നത്. കാത്തലിക്സിനോട് ചോദിച്ചാൽ വേളാങ്കണ്ണി പോകുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? നിങ്ങൾ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ മറിയമ്മനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് പറയും? അവർ പറയും യേശു കർത്താവിനോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല, കേൾക്കുന്നില്ല, എന്നാൽ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതാവ്, അങ്ങനെയല്ലേ പറയുന്നേ? കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്കും കിട്ടുന്നില്ല, അപ്പോൾ നമ്മൾ തങ്കുബ്രദറിൻ്റെ അടുത്ത് പോകും, അല്ല ഏതെങ്കിലും ഒരു പാസ്റ്റർ എടുത്ത്, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒന്നും നടക്കുന്നില്ല. ഇപ്പം ആര് പ്രാർത്ഥിച്ചാൽ നടക്കും? ഞാൻ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ നടക്കില്ല, പക്ഷെ ആ പാസ്റ്റർ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുമെങ്കിൽ എൻ്റെ മധ്യസ്ഥൻ ആരാ? നിങ്ങൾ പറയൂ, ആരാണ് എൻ്റെ മധ്യസ്ഥൻ? ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്തൊരു കാര്യം ഒരു പാസ്റ്റർ പോയി അതേ വിഷയം പറയുമ്പം ദൈവം പറയണം ഓക്കെ നീ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മെനക്കെടേണ്ട കാര്യമുണ്ടോ? പാസ്റ്ററിന് 500 രൂപ കൊടുത്താൽ പോരെ? അപ്പോൾ ആരാ മധ്യസ്ഥൻ? അപ്പം കത്തോലിക്കരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? കത്തോലിക്കരുടെ മധ്യസ്ഥന്മാരെല്ലാം മരിച്ചുപോയി, നമ്മുടെ മധ്യസ്ഥന്മാരെല്ലാം ജീവനോടിരിക്കുന്നു. കത്തോലിക്കരെ മധ്യസ്ഥന്മാർ മരിച്ചു പോയതുകൊണ്ട് അവരെക്കുറിച്ചുകൊണ്ടുള്ള ഉപദ്രവം വളരെ കുറവാണ്. 10 രൂപ 5 രൂപ സ്വതരാച്ചിട്ടാലും അത് എത്ര നിന്നും എണ്ണി നോക്കാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ മധ്യസ്ഥന്മാർ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ സൂത്രത്തിൽ എണ്ണി നോക്കുന്ന മധ്യസ്ഥന്മാർ ഒത്തിരിയുണ്ട്. അപ്പോൾ ശരിക്കും റോമൻ കാത്തലിക് ചർച്ചിൻ്റെ അതേ വേർഷൻ വേറൊരു രീതിയിൽ കുപ്പായിടാത്ത പൗരോഹിത്യവും അതേ തരത്തിലുള്ള മധ്യസ്ഥതയും ദൈവത്തിൻ്റെ അടുത്ത് ഡയറക്റ്റ് ചെല്ലാനുള്ള ധൈര്യമില്ലായ്മയും മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയും, ഇതെല്ലാം ഈ റോമൻ കാത്തലിക് ചർച്ചിൽ നിന്നുള്ള അതേ ഉപദേശമായിട്ടാണ് ഇന്ന് പല പെന്തക്കോസ് ഈ ക്രിസ്തു അടിസ്ഥാനമായിട്ട് വീണില്ലെങ്കിൽ നമ്മുടെ എല്ലാ സഭകളും അങ്ങനെ ആയി പോകും. ഇത് ആരുടെ കുഴപ്പമില്ല, അത് അവിടെ നിൽക്കുള്ളൂ. കാരണം യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയിൽ വീണില്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെയാകും, ഇന്നല്ലെങ്കിൽ നാളെ ഇങ്ങനെ ആയിരിക്കും. ഇതിങ്ങനെ ആയിപ്പോകുന്നു. പ്രത്യേകിച്ചും പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ തുറന്നു എൻ്റെ വേദന മുഴുവൻ പറയും. ഇതൊരു സത്യത്തിൽ ഒരു വേദനയാണ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന എനിക്കൊരു ആകെ ഒരു പേടി തോന്നുന്നുണ്ടെങ്കിൽ പോലും ഇത് പങ്കുവയ്ക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വേദന ഇതിൻ്റെ കൂടെയുണ്ട്. ക്രിസ്തു എന്ന ഫൗണ്ടേഷൻ വീഴാതെ ഇന്ന് മനുഷ്യരുടെ കഴിവിനാൽ പണിയപ്പെടുന്ന സഭകൾ, മനുഷ്യരുടെ കഴിവിനാൽ. അപ്പോൾ അത് മത്തായി ചേട്ടൻ്റെ സഭയും ഫിലിപ്പോസ് ചേട്ടൻ്റെ സഭയായിട്ടിരിക്കുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദാറ്റ് പേഴ്സൺ. പൗലോസ് പറയാണ്, കൊരിന്ത് സഭയിൽ പറയാണ്, ഞാൻ ഇവിടെ എന്തായാലും ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ആരെന്ത് പണിതാലും പണിതില്ലെങ്കിൽ ഈ ഫൗണ്ടേഷൻ അവിടെ കിടന്നോളൂ. കാരണം യേശു ക്രിസ്തു എന്ന ആ ഫൗണ്ടേഷൻ അഴിച്ചു മാറ്റി വേറൊരു ഫൗണ്ടേഷൻ ഇടുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തു എന്ന ഫൗണ്ടേഷൻ ഇടുന്നത് നമുക്ക് നോക്കാം. അപ്പോസ്തലിക ലേഖനങ്ങൾ നമ്മൾ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ സഭ തുടങ്ങുന്ന സമയത്ത് പഴയ നിയമത്തിൽ നിന്നായിരുന്നു പ്രസംഗം ഉണ്ടായിരുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതും മോശെ പറഞ്ഞതുമായ മുൻചൊന്നതുമായ ആ മെശിഹ യേശുക്രിസ്തു ആണെന്ന് തെളിയിക്കുകയാണ് അവർ ചെയ്തത്. എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ മാത്രമല്ല മറ്റ് ജാതികളിൽ നിന്ന് അനേകം പേര് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഈ പഴയ നിയമം മുഴുവൻ വായിച്ച് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഉചിതമല്ലാതാവുകയും ഈ അപ്പോസ്തലന്മാർ എങ്ങനെ സഭ നടക്കണം, എന്താണ് ഉപദേശം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഓരോ സഭകൾക്കും ഉപദേശം കത്തെഴുതി പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ സഭകൾക്കും ഓരോ വ്യക്തികൾക്കും എഴുതിയ കത്തുകളാണ് മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ഇങ്ങനെയുള്ള സുവിശേഷ പ്രതികളും റോമാലേഖനം,
മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഈ എഴുത്തുകൾ മുഴുവൻ ഈ അപ്പോസ്തലന്മാർ സഭകൾക്ക് പല സമയത്തായിട്ട് എഴുതിയതാണ്. എന്തിനെഴുതിയത്? യേശുക്രിസ്തു എന്താ ചെയ്തതെന്ന്, ആ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തികളിലൂടെ എങ്ങനെയാണ് പഴയ നിയമ ന്യായപ്രമാണം നിറവേറിയതെന്നും, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നതെന്നും, മക്കൾ എങ്ങനെയാണ് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതെന്നും, എങ്ങനെയാണ് ക്രിസ്തുവിൽ നമ്മൾ തേജസ്കരിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് വരെയുമുള്ള വിശുദ്ധ ജീവിതം നയിക്കാനുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് എഴുതി തന്നത് അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ട് യേശുക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയിൽ വീഴണമെങ്കിൽ അപ്പോസ്തലന്മാർ എന്താണോ പറഞ്ഞു തന്നത് അത് നമ്മൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഏത് സഭയിലും അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ച ഉപദേശത്തെ, അതായത് സുവിശേഷവും ലേഖനങ്ങളും ഒരു സഭയിൽ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരിക്കലും അവിടെ ഉണ്ടാവുകയില്ല. എൻ്റെ ഉദ്ദേശം അത്രയും മാത്രമേ ഉള്ളൂ. ഞാൻ ഈ സഭകളിലെല്ലാം പോയി പറയുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇത് പഠിച്ചേ പറ്റൂ. കാരണം ഇത് വേറൊരിടത്തും കിട്ടത്തില്ല. നമ്മുടെ ബുദ്ധിയിൽ ഒരിക്കലും തെളിഞ്ഞു വരുന്നൊരു കാര്യമല്ല ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്. നമ്മൾ ബുദ്ധി കൊണ്ട് എത്ര ആലോചിച്ചാലും നമുക്ക് പിടികിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങളോട് പറയാം, എന്താണ് ഈ അപ്പോസ്റ്റലിക് ഉപദേശത്തിൻ്റെ അടിസ്ഥാനം? നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കറുത്തവരും വെളുത്തവരും ഉണ്ടായിരുന്നു, അല്ലേ? ചില ആൾക്കാരെ നോക്കിയിട്ട് നമ്മൾ പറയായിരുന്നു കറുത്തത്, അയാൾ കറുത്തതാണ്, ഇയാൾ വെളുത്താണ്, നിങ്ങൾക്ക് പറയില്ലായിരുന്നോ? എപ്പോഴാ? ഈ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. ബ്രിട്ടീഷുകാർ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെളുപ്പന്മാരൊന്നും ഇല്ല, വെളുത്തത് ആരാണ്? സായിപ്പന്മാരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മളൊന്നും വെളുപ്പല്ല, അതാണ് വെളുപ്പ്, അതെ സായിപ്പന്മാർ. അപ്പോൾ സ്കെയിൽ മാറി, ഏതാ മെഷർ ചെയ്യുന്ന സ്കെയിൽ മാറി. അന്നേരം നമ്മളെല്ലാം ഇരുണ്ടു, അല്ലേ? ഇവിടെ ഏറ്റവും വെളുത്ത ആൾ സായിപ്പിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ മനസ്സിലാകുന്നത്, അയ്യോ നമ്മളെല്ലാം ഇരുണ്ടതാണല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ആഫ്രിക്കയിൽ നിന്ന് 3-4 പേര് വരുന്നത്. അന്നേരം നമുക്ക് മനസ്സിലായി നമ്മൾ കറുത്തതുമല്ല വെളുത്തതുമല്ല, നമ്മൾ ഒരുമാതിരി ബ്രൗണിൻ്റെ പല ഷെയ്ഡുകളാണ്. ചില ഇത്തിരി ലൈറ്റ് ഷെയ്ഡ്, ചില ഇത്തിരി ഡാർക്ക് ഷെയ്ഡ് എന്നുള്ളതല്ലാതെ നമ്മൾ ആരും ശരിക്കും വൈറ്റും അല്ല ഡാർക്കും അല്ല. എന്താ എങ്ങനെ മനസ്സിലായെന്നറിയാം? സ്കെയിൽ മാറിയപ്പോഴാണ്. ഈ ബ്രിട്ടീഷുകാർ വരുന്നവരെ നമ്മുടെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അയൽവക്കത്തിലെ അച്ചായനേക്കാളും വെളുത്ത, അങ്ങനെയായിരുന്നു. അല്ല, കണ്ണെടുത്ത് നോക്കുമ്പോൾ എന്നേക്കാളും വെളുത്ത, അങ്ങനെയായിരുന്നു സ്കെയിൽ. ഞാനൊക്കെ ആയിരുന്നു സ്കെയിൽ. എന്നേക്കാൾ കറുത്തതെല്ലാം കറുത്തതും എന്നേക്കാൾ വെളുത്തതെല്ലാം വെളുത്തമായിരുന്നു എനിക്ക്. പക്ഷെ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പം സ്കെയിൽ മാറി, നീതിയുടെ സ്കെയിൽ മാറി. കർത്താവ് വരുന്നവരെ ചില ആൾക്കാർ ഭയങ്കര നീതിമാന്മാരും ചില ആൾക്കാർ മോശം ആൾക്കാരുമായിരുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം നീതിമാന്മാരാന്ന് വിചാരിച്ചു. അവർ നോക്കിയപ്പോൾ ചുങ്കക്കാരും പാപികളും എല്ലാം അവർ പാപികളും ഞങ്ങൾ നീതിമാന്മാരാന്ന് വിചാരിച്ചു. പക്ഷെ യേശുക്രിസ്തു വന്നപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ ആരും നീതിമാന്മാരല്ല, നീതിമാൻ ഒറ്റ ഒരുത്തനേ ഉള്ളൂ. സ്കെയിൽ മാറി. ഈ നീതിയുടെ സ്കെയിൽ മാറിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സഭകളിൽ ഒറ്റ നീതിമാൻ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോഴും സ്കെയിൽ മാറ്റിയിട്ടില്ല. നമ്മളിപ്പോഴും ക്രിസ്തുവിൻ്റെ സ്കെയിൽ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ മറ്റേ സഭക്കാരെക്കാളും നല്ലതായതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പരീശനെ പോലെയാണ്. എൻ്റെ പുറകെ നിൽക്കുന്ന ഈ ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ അല്ലാത്തതിനാൽ, എൻ്റെ അയൽക്കാരെ പോലെ ഒന്നും ഞാൻ അല്ലാത്തതിനാൽ, എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായിയമ്മയെ പോലെയോ എൻ്റെ ഭർത്താവിനെ പോലെയോ ഭാര്യയെ പോലെയോ മക്കളെ പോലെ ഒന്നും ഞാൻ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്കെയിൽ ഏതാ? ഞാനാ സ്കെയിൽ. ഒരു നിമിഷം നമ്മൾ ചിന്തിച്ച് എൻ്റെ സ്കെയിൽ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ സ്കെയിൽ എടുത്ത് നോക്കാം. കഴിഞ്ഞ ദിവസം 2:30-ക്കാണ് ഞാൻ വീട്ടിൽ വന്നത്. എനിക്ക് 2 മണിക്കൂർ മാക്സിമം ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ കുറേ നാൾ അത്രയൊക്കെ വരുന്നുള്ളൂ, 2-3 മണിക്കൂർ മാക്സിമം ഉറങ്ങുന്നത്. സോ ഐ ഗെറ്റ് ടയർഡ് വെരി ഫാസ്റ്റ്. ഇപ്പം ഞാൻ വിചാരിക്കുമായിരുന്നു, ഓക്കെ യാത്ര പ്രസംഗം. പക്ഷേ ഒരു നിമിഷം സ്കെയിൽ വെച്ച് കർത്താവിൻ്റെ സ്കെയിലോട്ടൊന്ന് മാറ്റി. ഈ കർത്താവിൻ്റെ സ്കെയിലോട്ട് മാറ്റുമ്പോഴാണ് മനസ്സിലാകുന്നത്, 3 ദിവസം രാവിലെയും പകലും മൈക്രോഫോണും ഇല്ല, സ്പീക്കറും ഇല്ല. ഇതിപ്പോൾ ഇത്രയും ഒരു ഓഡിയൻസിന് മുമ്പിൽ എനിക്ക് മൈക്കില്ലാതെ സംസാരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. പക്ഷെ 3 ദിവസം 10,000-ന് മേളിൽ ആൾക്കാരോട് മൈക്കും സ്പീക്കറും ഇല്ലാതെ സംസാരിച്ചൊരു കർത്താവ് ഉണ്ടായിരുന്നു. ആലോചിച്ചിട്ടുണ്ടോ? അത് പ്രസംഗിക്കുന്നവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല.
കേട്ടിരിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഈ പ്രസംഗിക്കുന്നവനാണ് മനസ്സിലാക്കുന്നത്. 3 ദിവസം രാവിലെയും വൈകിട്ടും രാത്രിയും പ്രസംഗിച്ച് അപ്പോൾ എന്ത് ചെയ്ത് കാണും, ഒരു മലയുടെ മുകളിൽ കയറി നിന്ന് എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ അലറി വിളിക്കണം. 10,000 പേര് കേൾക്കണം. അതാ മലയുടെ മുകളിലോട്ട് കയറുന്നത്. കാരണം എക്കോ ആയിട്ട് കേൾക്കാം. 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പം കർത്താവ് ഉടനെ അയ്യോ ഞാൻ മടുത്തേന്നല്ല പറഞ്ഞു. കർത്താവ് എപ്പോഴെങ്കിലും പറഞ്ഞോ ഞാൻ സ്വർഗത്തിൽ ഭയങ്കര സുന്ദരമായിട്ടിരുന്നതാണ്, നിന്നെയൊക്കെ അന്വേഷിച്ചാടാ ഞാൻ ഈ കഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞോ? ഒരു കണക്ക് പറഞ്ഞോ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിനക്കൊന്ന് വിശ്വസിച്ചുകൂടെ ചോദിച്ചോ? ഒന്നുമില്ല, ഒരു കണക്കും പറഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് പറയാം ഈ ഇരിക്കുന്നവർ ക്ഷീണിച്ച് കാണാം, അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കാൻ. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും ആകാൻ പറ്റത്തില്ല. ആ സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് എണ്ണി നോക്കി കാശ് തികഞ്ഞില്ല എന്ന് പറയുന്നവൻ ആ ക്രിസ്തു എന്ന സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ അധമനാണ്. പക്ഷേ ക്രിസ്തു എന്ന സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ നീതിമാന്മാരായി നടക്കുക. സുവിശേഷം പറഞ്ഞിട്ട്, നാട്ടുകാരുടെ സുവിശേഷം പറഞ്ഞിട്ട് വിളിച്ച ആളുടെ നിന്ന് കാശ് മേടിച്ചുകൊണ്ട് പോകുന്ന ആള്, അയാളുടെ പണിയായി സുവിശേഷം പറയാന്ന് പറയുന്നത്. കർത്താവിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ, പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ എന്ന് പറയാൻ പാടില്ല, മനുഷ്യൻ്റെ ഭാഗ്യത്താൽ ഇതുവരെ ആ സ്കെയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അന്നത്തെ പരീക്ഷന്മാരെ പോലെ മറ്റുള്ളവരെ വിധിച്ചും കുറ്റം പറഞ്ഞും, ആ സഭക്കാർ തല്ലുണ്ടാക്കിയത് പറഞ്ഞും, മറ്റു പാസ്റ്റർമാർ ദ്രവ്യാഗ്രഹികളായതിൻ്റെ കഥ പറഞ്ഞും ഒക്കെ നമ്മൾ സന്തോഷിക്കുക. നമ്മൾ അങ്ങനെ അല്ലല്ലോ. അപ്പൊ യേശുക്രിസ്തു ഒരു സഭയുടെ അടിസ്ഥാനമായി വരണമെങ്കിൽ ഒന്നാമത് നമ്മൾ പറയണം അവനാണ് നീതി. ഹി ഈസ് മൈ റൈച്ചസ്നെസ്. ഇത് പറയണമെങ്കിൽ ഞാൻ തകരണം, ഞാൻ ഇല്ലാതെ പോകണം, എൻ്റെ അഭിമാനം നഷ്ടപ്പെടണം. നമ്മൾ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതാ ഈ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ തലകുത്തിരുന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. ഇത് ബൈബിൾ അപ്പോസ്തലന്മാർ എഴുതി വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ എത്ര ജ്ഞാനിയായാലും പണ്ഡിതനായാലും ഡോക്ടറായാലും PhD ആയാലും മനസ്സിലാവില്ല ഇത്. കാരണം ഇത് ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രം പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തു എങ്ങനെയാണ് നമുക്ക് ഫൗണ്ടേഷനായി മാറുന്നത്? യേശുക്രിസ്തു എങ്ങനെയാണ് ഫൗണ്ടേഷനായി മാറുന്നത് നമുക്ക് നോക്കാം. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി, മനുഷ്യരുടെ നീതിയല്ല. സ്കെയിൽ ഈസ് ഡിഫറെൻറ്റ്. സ്കെയിൽ വേറെയാണ്. വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അപ്പം ന്യായപ്രമാണത്തിലൂടെ വെളിപ്പെട്ട് വന്നെങ്കിൽ അവിടെ പ്രശംസിക്കാം നമുക്ക്. ഞാൻ അനുസരിച്ചു, അവൻ അനുസരിച്ചില്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണം കൂടാതെ ഒരു നീതിയെ വെളിപ്പെടുത്തി. അതിനാണ് നമ്മൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ നീതി മനുഷ്യരുടെ നീതി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ നീതി ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നതനുസരിച്ചല്ല, ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതനുസരിച്ചാണ്. എന്താണ് ഈ പ്രവർത്തിക്കുന്നതനുസരിച്ചുള്ള നീതിയും വിശ്വസിക്കുന്നതനുസരിച്ചുള്ള നീതിയുടെയും വ്യത്യാസം? നമ്മൾ കാറിൽ പോകുമ്പം സീറ്റ് ബെൽറ്റ് ഇടാറുണ്ടോ? നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടാറുണ്ടോ? ഫ്രണ്ട് സീറ്റിലായിരിക്കുന്നെങ്കിൽ ഇടാറുണ്ടല്ലേ? ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പറ. ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫൈൻ അടിക്കും. അതാ പ്രധാന ഉത്തരം. അപകടം ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നെ പറയുന്നത്. നമ്മൾ ഇത് ഇടാനുള്ള കാരണം അപകടം ഉണ്ടാവുന്നൊന്നുമല്ല. അപ്പുറത്ത് ക്യാമറയുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് 250 രൂപ ഫൈൻ അടിച്ചു. എന്തൊക്കെ 250 രൂപ ഫൈൻ? എന്തിന്? ഞാൻ ഫോൺ എടുത്തില്ല, സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നില്ല, എല്ലാം നിയമങ്ങളനുസരിച്ച് നോക്കിയപ്പം യെല്ലോ ലൈൻ ക്രോസ് ചെയ്തെന്ന്. 250 രൂപ യെല്ലോ ലൈൻ ക്രോസ് ചെയ്തു, നിയമം ലംഘിച്ചു. ഈ വഴിയിലുള്ള 2 യെല്ലോ ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ഓവർടേക്ക് ചെയ്ത് പോയതാണ്, ഫ്രണ്ടിലൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. 250 രൂപ അടിച്ചു, നിയമം ലംഘിച്ചു. നമ്മൾ ഈ നിയമം ലംഘിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? പേടികൊണ്ടാണ്. ഫൈൻ. അല്ലാതെ നീതിമാനായതുകൊണ്ടല്ല. പിള്ളേര് കോപ്പി അടിക്കാത്ത എന്തുകൊണ്ടാ?
പിടിച്ചാൽ ഡീബാർ ചെയ്യും, 3 വർഷത്തേക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ്, അല്ലാതെ നീതിമാന്മാരായോണ്ടല്ല. അപ്പോൾ ഒരാൾക്ക് നിയമം അനുസരിക്കണമെങ്കിൽ നീതിമാനാകണം നിർബന്ധമില്ല, ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി. ഇന്ന് വലിയൊരു പങ്ക് ആൾക്കാരും വ്യഭിചാരം ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയോ? നരകത്തിൽ പോകുന്നു പേടിച്ചിട്ട്. അങ്ങനെ ഒരു കേസില്ലായിരുന്നെങ്കിൽ പേടിപ്പിച്ച് നിർത്തിയേക്കും എല്ലാത്തിനെയും. ആര് നീതിമാന്മാരല്ലാത്തതുകൊണ്ടായി പേടിപ്പിച്ച് നിർത്തേണ്ടി വരുന്നത്. ആണോ അല്ലയോ? അപ്പൻ വഴക്ക് പറഞ്ഞ് തല്ല്, നിന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് രാവിലെ പഠിക്കാനിരിക്കുന്നവൻ, അവൻ്റെ മനസ്സിൽ നിന്നാണോ അത് വരുന്നത്? അല്ല, സ്വന്തം മനസ്സോടെ എഴുന്നേറ്റ് സ്നേഹത്തോടെ ചെയ്യുമ്പോഴാണ് അത് നീതിയാകുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല? എന്തുകൊണ്ട് ഞാൻ നിയമം അനുസരിക്കുന്നു? നിയമം അനുസരിക്കുന്നതിൻ്റെ കാരണം എന്നെ ആരെങ്കിലും ഭയപ്പെടുത്തിയോണ്ടല്ല, എൻ്റെ ഹൃദയം ദൈവം മാറ്റിയതുകൊണ്ടാണ്. എനിക്കതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ആ പഴയ ജഡം മരിച്ചതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ നീതി. ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ആ പരിച്ഛേദന വന്നു കഴിഞ്ഞാൽ നമ്മളോട് ആരും പറയേണ്ട കാര്യമില്ല മോഷ്ടിക്കരുതെന്ന്. ചേസ് പാസ്റ്റർ കള്ളം പറയരുത് കേട്ടോ എന്നൊരാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ തീർന്നു. അതിനർത്ഥം എന്നാ? ഞാൻ കള്ളനാന്ന് എല്ലാവർക്കും മനസ്സിലായി എന്നതിൻ്റെ അർത്ഥം. ഇപ്പം ന്യായപ്രമാണത്താൽ ഒരുത്തൻ നീതിമാനായി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവൻ ദുഷ്ടനാണ്, അവനെ പിടിച്ചു നിർത്താൻ വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുന്നതാണ്. അതാ ഇതിനകത്ത് കുറച്ചുകൂടെ മുമ്പ് പറയുമ്പോൾ എഴുതിയേക്കുന്നത്. 19-ാം വാക്യം വായിച്ചേ, 3:19. ആ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും. അപ്പം ഏത് വായും അടഞ്ഞ് സർവ്വലോകം ഒരുപോലെ ശിക്ഷായോഗ്യരാകണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുക്രിസ്തു എന്ന സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് സകല മനുഷ്യർ ഒരുപോലെ പാപികളായിട്ട് മാറുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ നീതി ഒരു സഭയിൽ വാഴുമ്പോൾ, ക്രിസ്തുവിൻ്റെ നീതി ഒരു സഭയിൽ അടിസ്ഥാനമായി വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഫൗണ്ടേഷനിടെ അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആദ്യം തകരേണ്ടത് അതിടാൻ പോകുന്ന ആളാണ്. അയാൾ പറയണം, ഞാനല്ല, ഞാനൊന്നുമല്ല, ക്രിസ്തുവാണ് നിങ്ങളുടെ അടിസ്ഥാനം. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ വളരെ മോശമായൊരു കുട്ടിയായിരുന്നു മകൻ. എൻ്റെ അപ്പനമ്മമാർക്ക് ചെറുപ്പത്തിൽ ഭയങ്കര നോട്ടിയായിരുന്നു. ഞാൻ എൻ്റെ തന്നെ കഥ കേട്ടിട്ട് ഞാൻ തന്നെ ബോധം കെട്ട് പോയിട്ടുണ്ട്. അതുപോലത്തെ ലിറ്ററലി ബോധം കെട്ടതല്ല ഞാൻ പറഞ്ഞ, അതുപോലത്തെ കഥകളാണ് എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അപ്പനെ അമ്മ ഞാൻ എന്തുമാത്രം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. പിടിവാശി. അപ്പം 94 ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം എനിക്ക് ബോധം ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ അപ്പനെ അമ്മയും എന്തുമാത്രം കഷ്ടപ്പെടുത്തി. കാരണം ഞാനിപ്പോൾ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അത് കിട്ടിയേ പറ്റൂ, ഇല്ലെങ്കിൽ അപ്പനമ്മമാർ നാട് വിട്ട് പോകേണ്ടി വരും. അവരെവിടെന്നെങ്കിലും സാധിപ്പിക്കും. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഒരു പൗഡർ ടീൻ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. കരഞ്ഞിട്ട് അവസാനം പൗഡർ മുഴുവൻ വേറൊരു പാത്രത്തിലിട്ട് എനിക്ക് തരേണ്ടി വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനതൊക്കെ ഓർത്തിട്ട് എനിക്ക് തന്നെ, അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, എന്തൊരു അങ്ങനത്തെ ഒരുത്തനായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് പിള്ളേരുണ്ടായപ്പം ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇവരെ തല്ലാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം തല്ലാൻ വടിയെടുക്കുമ്പം എൻ്റെ ഉള്ളിരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറയും, നീ ഇവനേക്കാളൊക്കെ പ്രശ്നം, ഇവർ പാവങ്ങൾ. ഇങ്ങനെ ഞാൻ മടുത്തു, എനിക്ക് തല്ലാൻ പറ്റുന്നില്ല. എൻ്റെ പിള്ളേർ എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെ അങ്ങൊന്ന് തല്ല് പറഞ്ഞിട്ടുണ്ട്. എന്നോട് വായിൽ നിന്ന് മോശം വാക്ക് വരുന്നു, ഒന്ന് തല്ലി കിട്ടിയാലേ എനിക്കത് ഓർമ്മ വരുള്ളൂ. എന്നെ തല്ലുന്ന എൻ്റെ മകൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തല്ലാൻ കൈ ഓങ്ങുമ്പം ഞാനാണ് ഏറ്റവും വലിയ പാപി. അവസാനം ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, ക്രിസ്തു മാത്രമേ നീതിമാനുള്ളൂ, നീ അവനെ മാത്രം പേടിച്ചാൽ മതി. നിന്റെ അപ്പനും നീ ഒക്കെ ഈ ഓടുന്ന പാപികളാണ്, വിശ്വാസികളെ കർത്താവിൻ്റെ നീതി ലഭിക്കുമോ എന്ന് വിചാരിച്ച്, എനിക്കും അത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഓടുന്ന പാപികളാണ്. ഇതിനിടയിൽ അപ്പൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതായിട്ട് മോനെ നീ കണ്ടാൽ, നീ അപ്പനോടുള്ള സ്നേഹത്തിൽ അത് തിരുത്തണം. അല്ലാതെ അപ്പനെ മാതൃകയാക്കല്ല വേണ്ടത്, ക്രിസ്തുവിൻ്റെ പിന്നാലെ ഓടുകയാണ് വേണ്ടത്. ഞാൻ പേടി കൊണ്ടാണ് അത് പറഞ്ഞത്. കാരണം
ക്രിസ്തുവിൻ്റെ നീതി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എൻ്റെ പ്രശംസ, ഞാൻ നീതിമാനാണെന്നുള്ള പ്രശംസ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണമായിരുന്നു. ഇനി 27-ാം വാക്യം വായിച്ചു നോക്കി. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്താൽ പോയി. അപ്പം കർത്താവിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി വന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ സഭയിൽ നീതിമാൻ എന്ന പ്രശംസ, നീതിമാനും പാപികളും എന്നുള്ള വേർതിരിവ് ഇല്ലാതെയായി. എല്ലാവരും ഒരുപോലെ പാപികളായി മാറി. കാരണം സ്കെയിൽ ഏതാ? ക്രിസ്തു. ഓക്കെ, പ്രശംസ എവിടെ? അത് പോയി. എങ്ങനെ പോയി? അടുത്ത വാക്യം. ഏത് മാർഗത്താലായി പ്രശംസ ദൈവം എടുത്തു കളഞ്ഞത്? കർമ്മമാർഗത്താലാണോ? അല്ല, വിശ്വാസ മാർഗത്താൽ അത്രേ. അപ്പൊ കർത്താവ് എങ്ങനെ മനുഷ്യന്റെ പ്രശംസ എടുത്തു കളഞ്ഞത്? ഒരു മനുഷ്യന്റെ പ്രവൃത്തിയും അവനെ നീതിമാനാക്കുന്നില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ്. അപ്പോ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ബാഗ് മേടിച്ചു കൊടുത്ത എൻ്റെ നീതി പറന്നുപോയി. രക്തം കൊടുത്ത് ആശുപത്രിയിൽ നീതിയുമായിട്ട് ഇങ്ങനെ കിടന്നില്ലേ? നമ്മുടെ പിള്ളേർ തന്നെ YP പിള്ളേരൊക്കെ ഇടയ്ക്ക് രക്തദാന ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ രക്തം കൊടുക്കുമ്പം വീട്ടിൽ മഹാ തല്ലിപ്പുള്ളികളായിരിക്കും. പക്ഷെ ആ നീതിയിലുള്ള രസം, ആ പ്രശംസ, കർത്താവ് പറഞ്ഞു ഒരു പ്രവൃത്തി കൊണ്ട് നിനക്ക് നീതിമാനാവാൻ പറ്റില്ല. കാരണം ആരും ക്രിസ്തുവിനെ പോലെ അല്ല. അവിടെ പ്രശംസ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പ്രശംസ പൊളിഞ്ഞാലേ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തുള്ളൂ. നമ്മൾ ഒരു മനുഷ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തെറ്റായ ഉപദേശത്തെ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം ക്രിസ്തു എന്ന അടിസ്ഥാനം വീഴാത്ത എല്ലാ ടീച്ചിങ്ങും നമ്മളെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് കർത്താവിൻ്റെ ഏറ്റവും വലിയ ശത്രു പാപികളല്ലായിരുന്നോ? പാപികൾ കർത്താവിന് ശത്രുക്കളെ അല്ലായിരുന്നു. പക്ഷേ യഥാർത്ഥ പാപികൾ ഒളിഞ്ഞിരിക്കുമായിരുന്നു. അതാരാന്നറിയോ? സ്വയം നീതിമാന്മാർ എന്ന് വിചാരിക്കുന്നവർ. കർത്താവിനെ ക്രൂശിച്ചത് ആരാ? കർത്താവിൻ്റെ കാൽക്കൽ വന്നിരുന്ന് കാല് കഴുകിയ ആ പാപിനിയായ സ്ത്രീയാണോ കർത്താവിനെ ക്രൂശിക്കാന്ന് പറഞ്ഞ അർത്ഥം നിലവിളിച്ച് അവളുടെ തല പോയാൽ ചെയ്യത്തില്ല? ആരാ ചെയ്തെന്നറിയോ? അച്ഛന്മാരും പാസ്റ്റർമാരും എല്ലാവരുടെ കൂടിയാണ്. കാരണം ഈ ക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെട്ട് വരുമ്പം ഇവരുടെ ശുശ്രൂഷയ്ക്ക് തന്നെ പ്രസക്തി ഇല്ലാതാവുക ചെയ്യുന്നത്. അവർക്ക് ജനങ്ങളെ ഭയപ്പെടുത്താൻ പറ്റുന്നില്ല. ഇന്ന് ഓരോ മനുഷ്യരും മനസ്സിലാക്കുവാണ്, ഞാനും ഈ മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന അഭിഷിക്തൻ എന്ന് വിളിക്കുന്ന ആ പാസ്റ്ററും തമ്മിൽ ദൈവത്തിന് മുമ്പിൽ ഒരു വ്യത്യാസമില്ല. ക്രിസ്തുവിൻ്റെ രക്തം ഞങ്ങൾ ഒരുപോലെയാണ് വിടുവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സഭയിലേക്ക് ആരെങ്കിലും പോകുമോ? അയാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ ഉള്ളൂ ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എങ്ങനെ അത് കേൾക്കുന്നോ അതുപോലെ തന്നെയാണ് വേറൊരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കുന്നത്. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കൈക്കീഴിൽ പോയി നിൽക്കുവോ? നിൽക്കില്ല. ഇന്ന് നമ്മൾ ആൾക്കാരെ പിടിക്കുന്ന എങ്ങനെയെന്നറിയോ? ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളെ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ. എന്തെങ്കിലും റെഡിയാവുമോ? ഒന്നും റെഡിയാവത്തുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളിപ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നോട് വിഷമം തോന്നരുത് കേട്ടോ. ഞാനിത് പൊതുവെ പറഞ്ഞാണ്. ഈ പരീക്ഷ ജയിപ്പിക്കാമെന്നോ നിങ്ങൾക്ക് 1ാം സ്ഥാനം തരാമെന്നോ ജോലി തരാമെന്നോ ഒന്നും ബൈബിളിൽ വാഗ്ദത്തമില്ല. വേണമെങ്കിൽ എന്നെ അടിച്ചോ, ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ അതൊക്കെ ദൈവം തരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വാഗ്ദത്തമല്ല. ജോലി തരാമെന്നുള്ള വാഗ്ദത്തം ഞാൻ കണ്ടിട്ടില്ല. ആഹാരം തരാമെന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, 1ാം റാങ്ക് നിങ്ങൾക്ക് തരുമ്പം ബാക്കി 3-4 റാങ്ക് ഉള്ളവൻ്റെ അവസ്ഥ എന്തോ? എല്ലാവരും കൂടെ 1ാം റാങ്കിന് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവ് എന്നെ ചെയ്യും? ആകെ ഒരു 1ാം റാങ്ക് ഉള്ളൂ. ഇതൊക്കെ മനുഷ്യരുണ്ടാക്കുന്ന റിലീജിയൻ. ഞങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന്
സംസാരിക്കായിരുന്നു. CSI നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു അച്ഛനായിട്ട് സംസാരിക്കായിരുന്നു. ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതം നോക്കിക്കഴിഞ്ഞാൽ ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു മതം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാരെവിടെയെങ്കിലും നിനക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ മക്കൾ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, തലമുറ അനുഗ്രഹിക്കാൻ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനയോ ഉണ്ടോ നിങ്ങൾ പറഞ്ഞു? പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ ആള് കൂടില്ലെന്ന്. ഈ അപ്പോസ്തലന്മാരുടെ കല്യാണം നടത്താൻ പോയിട്ട് കാണുന്നുണ്ടോ? പറഞ്ഞു, ആരുടെയെങ്കിലും കല്യാണം അപ്പോസ്തലന്മാർ നടത്തിയായിട്ട് കാണുന്നുണ്ടോ? ഉണ്ടോ? എന്താ മിണ്ടാത്തെ? സ്തെഫാനോസ് മരിച്ചു. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. പത്രോസ് മാർപ്പാപ്പ പോയി സംസാരിച്ചോ അവിടെ? ആർക്കറിയാം? ഞാൻ മാർപ്പാപ്പ തമാശ പറഞ്ഞാണ്. ഇനി അത് പത്രോസിനെ മാർപ്പാപ്പയാക്കി എന്നാലും പറയില്ല. ഇതൊക്കെ കഷ്ണം കഷ്ണമായിട്ടാണ് വരുന്നത് ഫേസ്ബുക്കിൽ അവസാനം. ഇതൊന്നും അല്ലായിരുന്നു അവരുടെ ബിസിനസ്. അവർ പറയാണ്, പത്രോസ് പറയാണ്, പ്രസംഗത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കേണ്ടതിന്, വേറെ ഒരു പണിക്ക് ഞങ്ങൾ ഇടപെടാതിരിക്കേണ്ടതിന്. ഇത് ഭയങ്കരം. അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ കണക്ക് നോക്കുന്നൊന്നും അവരല്ല. ട്രാൻസ്ഫർ അടിച്ചേരുന്ന സീലടിക്കുന്നത് അതൊന്നും അപ്പോസ്തലന്മാരുടെ പണിയല്ല. അതൊക്കെ നോക്കേണ്ടത് ഡീക്കന്മാരാ. കാശ് എത്ര വന്നു, എത്ര പോയി, ഇതൊക്കെ ഡീക്കന്മാരുടെ പണിയാണ്. മേശമേൽ ശുശ്രൂഷിക്കേണ്ടത് ഭൗതിക കാര്യങ്ങൾ, ഭൗതിക സ്വത്തുക്കളുടെ വിനിയോഗം, ഇതൊന്നും അപ്പോസ്തലന്മാരുടെ പണിയല്ല. അവർക്കതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പൊ ക്രിസ്തു എന്ന അടിസ്ഥാനം വീഴണമെങ്കിൽ ഈ സഭ ആരാണോ ഉത്തരവാദിത്വം എടുത്തിരിക്കുന്നത് അയാളുടെ ഈഗോ പൊട്ടണം, അയാൾ തകരണം, അയാൾ മുമ്പിൽ ഒരു ഇന്നർ കൺഫെഷൻ ഉണ്ടാവണം. നാട്ടുകാരുടെ മുമ്പിൽ കൺഫസ് ചെയ്താൽ പോരാ. ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ അടുത്ത് പറയണം, കർത്താവേ നീ അല്ലാതെ ഒരു നീതിമാനില്ല, എൻ്റെ വായിൽ നിന്ന് എന്നെ പ്രശംസിക്കുന്ന ഒരു വാക്കുപോലും ഉണ്ടാകരുത്. വേറൊരുത്തം പ്രശംസിക്കുമ്പോൾ എനിക്ക് വസ്ത്രം കീറാൻ തോന്നണം. ബിക്കോസ് ഓൺലി ക്രൈസ്റ്റ് ഈസ് റൈച്ചസ്. ഇതാ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം അങ്ങനെ വീഴുന്നത്. അപ്പൊ ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം വീണ് കഴിഞ്ഞാൽ, ഒരു സഭയിൽ വീണ് കഴിഞ്ഞാൽ, അവിടെ എല്ലാവരും കർത്താവിനെ അല്ലാതെ ആരെയും പുകഴ്ത്തി പറയാൻ നിൽക്കത്തില്ല, ഉയർത്തുകയില്ല. എല്ലാവരും ദാസന്മാരായിരിക്കും. ഞങ്ങളുടെ സഭയിൽ അത് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കാരണം ഒരു സഭയിലും ചേസ് പാസ്റ്ററുടെ സഭ എന്നാരും പറയത്തില്ല. എനിക്ക് നല്ല ധൈര്യം അത്. ഞാനില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല, പോയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം കർത്താവ് എല്ലായിടത്തും ഉണ്ട്. അവനാണ് രാജാവ്. അവൻ ഏത് അവയവങ്ങളിലൂടെയും പ്രവർത്തിക്കാൻ പറ്റും, ഏത് മനുഷ്യനിലൂടെ സംസാരിക്കാൻ പറ്റും. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി 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 പോയി. കാരണം എന്താണ്? എങ്ങനെ അത് പോയത്? ദൈവത്തിൻ്റെ നീതി വിശ്വാസത്തിനായി വെളിപ്പെട്ടതുകൊണ്ട് അത് പോയി. ഓക്കെ, ഇനി 1 കൊരിന്ത്യർ ലേഖനം 1:30 വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 1:30. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും. അപ്പൊ നമ്മുടെ ജ്ഞാനം എന്താണ്? എന്താണെന്നല്ല, ആരാണ്? ക്രിസ്തുവാണ്. അപ്പൊ ചില ആൾക്കാർ പറയില്ലേ, ഓ ആ അപ്പച്ചൻ തെരുവിൽ നിന്ന് പ്രസംഗിച്ച് അടി കൊണ്ടു, ഇത്തിരി പരിജ്ഞാനമൊക്കെ വേണമെന്നേ. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്നാ? ആൾക്കാരെ ആരെയും മുറിവേൽപ്പിക്കാതെ സംസാരിക്കുന്നതിനാണ് നമ്മൾ പരിജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും പരിജ്ഞാനം എന്താ? എൻ്റെ സ്ഥാനത്ത് യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് പരിജ്ഞാനം. ഈ അറിവെന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവല്ല നമ്മുടെ അറിവ്. ക്രിസ്തുവാണ് നമ്മുടെ അറിവ്. എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതാണ് അറിവ്. എങ്ങനെ ക്ഷമിക്കുമായിരുന്നു? എന്നോട് കർത്താവ് എങ്ങനെയാണ് ക്ഷമിച്ചത്? ഇതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവെന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ജ്ഞാനവും ഇല്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ചർച്ചിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ വന്നു. അപ്പം ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു, ഇവൻ മഹാ തട്ടിപ്പുകാരനാണ്,
ഇവൻ എല്ലാ വർഷവും മാർച്ച് മുതൽ നവംബർ വരെ മാത്രമേ ചർച്ചിൽ വരുള്ളൂ. ഫെബ്രുവരി മുതൽ നവംബർ വരെ 2 മാസം വരില്ല, ഡിസംബർ ആൻഡ് ജാനുവരി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ക്രിസ്മസും ന്യൂ ഇയർ നടക്കുമ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ ഭയങ്കര ഉത്സവമാണ്. അപ്പോൾ കള്ളൊക്കെ കുടിച്ചപ്പോൾ ഡാൻസിനൊക്കെ പോകും. പക്ഷേ ഫെബ്രുവരി ടു നവംബർ ഭയങ്കര ഭക്തനാണ്, വർഷിപ്പൊക്കെ ലീഡ് ചെയ്യുന്നത്. 2 മാസം അവധി എടുക്കും. നമുക്കെല്ലാം ഈ മധ്യവേനലവധി ഉണ്ടല്ലോ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാരുണ്ട് പറഞ്ഞു പുള്ളിയുടെ ഇടപെടുന്ന് സൂക്ഷിച്ച് വേണം. ഇപ്പം നല്ല അറിവാണ് പറഞ്ഞു തരുന്നത് അല്ലേ. ഈ ജീവിതത്തിൽ ഒത്തിരി അറിവുള്ളവർ പറഞ്ഞു തരുന്ന എല്ലാം പ്രശ്നമാണ്. എന്നോട് കർത്താവ് പറഞ്ഞേക്കുന്നത് ക്രിസ്തുവാണ് അറിവ്. ആ ക്രിസ്തുവാണ് അറിവെങ്കിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവനോട് എങ്ങനെ പെരുമാറേണ്ടത്? എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നു? അതറിവ്. ഈ മനുഷ്യർ പറഞ്ഞു തരുന്നതും നമ്മൾ ജീവിതം കൊണ്ട് സമ്പാദിച്ചെടുക്കുന്നതുമായ കുറേ സാമാന്യബോധം ഉണ്ടല്ലോ, അത് അറിവല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇത്തിരി വലിയൊരു എക്സാമ്പിൾ പറയാം, അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ ഒരു തമിഴ് പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങി. അതൊരാൾ പറഞ്ഞു കേട്ടോ, ഒരു ഡോക്ടർ ഫാമിലി കേരളത്തിൽ നിന്ന്. ഈ കുട്ടി വന്ന് അവരോട് പറഞ്ഞു, എനിക്ക് ഒരിക്കൽ പോലും ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല. ചെറുപ്പം തൊട്ടേ അനാഥശാലയിലായിരുന്നു. അപ്പം ക്യൂ നിന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ട്, ക്യൂ നിന്നാണ് ബാത്റൂമിൽ പോകുന്നത്. എനിക്കൊരു വീട്ടിൽ സമാധാനമായിട്ട് മണിയടി ഇല്ലാത്തൊരു സ്ഥലത്ത് ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റ് കുറച്ച് നാൾ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേട്ടപ്പോൾ ആ ഡോക്ടർക്ക് ഭയങ്കര ഹൃദയാലിവ് തോന്നി. അപ്പോൾ അവരുടെ വീട്ടിൽ സൗകര്യമില്ല. അവർ വളരെ സാക്രിഫൈസായിട്ട് ജീവിക്കുന്ന ഒരു ഡിസൈപ്പിൾ ഡോക്ടേഴ്സാണ്. അവർക്ക് വീടൊന്നും സ്വന്തമായിട്ടൊന്നും ഇല്ലായിരുന്നു, വേറെ ആൾ വെച്ച് കൊടുത്ത വീടാന്ന് പറഞ്ഞാൽ വലിയ ഡോക്ടേഴ്സ് ആട്ടോ, വലിയ ഡോക്ടേഴ്സ്, വലിയൊരു ഹോസ്പിറ്റലിൽ ചീഫ് ഡോക്ടറാണ്. പക്ഷേ അവർ കാശ് സമ്പാദിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ പെൺകുട്ടി ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് 1-2 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ തമിഴ്നാട്ടിൽ നിന്നൊരു മിഷണറി വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പെൺകുട്ടി സംസാരിക്കുന്ന തമിഴ്നാട്ടിലെ തമിഴല്ല, ശ്രീലങ്കയിലെ തമിഴാണ്. അപ്പം ഞങ്ങൾക്കൊരു സംശയം, ഇനി പുലി വല്ലതാണോ? കാരണം പറയാൻ പറ്റത്തില്ല. തന്നെയുമല്ല, ഈ കുട്ടി താമസിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു ഹോസ്റ്റലും ഇല്ല. ഹോസ്റ്റലുണ്ട്, പക്ഷെ അത് 2-3 വർഷമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ കുട്ടിയെ ഹോസ്റ്റലിൻ്റെ ബോർഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇവിടെ ഒരിക്കലും താമസിച്ചിട്ടില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങളും ഇവർ പറഞ്ഞ കള്ളമാണ്. അപ്പോൾ ഒരു ദിവസം ഒരു പയ്യൻ പറഞ്ഞു, ഇവിടെ കാണാൻ വരുവാ, അടുപ്പമാണ്, ഇവിടെ വെച്ച് കണ്ടുപിട്ടി അടുപ്പമായതാണ്. അപ്പോൾ ഞാൻ ഓങ്കോളിലോട്ട് വരുവാ, ആന്ധ്രയിലാണ് ഞങ്ങൾ അന്നേരം വരുവാന്ന് പറഞ്ഞു. അപ്പം ഓക്കെ. അപ്പം നമുക്കറിയാലോ ഇത് ആരാ സംഭവം, ഒന്നും ഒരു പിടിയും കിട്ടുന്നില്ല, ഇവർ പറയുന്നത് ഏതാ സത്യം കള്ളമൊന്നും അറിയില്ല. അപ്പോൾ മാരട്ടെ മലയാളിയാണ്, അപ്പോൾ എന്താണെന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. വരുന്നതിൻ്റെ തലേദിവസം വിളിച്ച് പറഞ്ഞു, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ വരുന്നില്ലെന്ന്. ഇവള് വയലൻ്റായി റൂമിനകത്തോട്ട് ഒരു കഥ അടിച്ചു. ഞങ്ങളുടെ പിള്ളേർ വിൻഡോയിലൂടെ നോക്കും, ഇവള് സാരി ഷോൾ എടുത്തിട്ട് അല്ല ബെഡ്ഷീറ്റോ മറ്റോ എടുത്തിട്ട് ഫാനിൽ കുരുക്കിടുക ചാവാൻ വേണ്ടി. അന്ന് ഞാനും എൻ്റെ സഹോദരനും മക്കളെല്ലാം ചേർന്ന് ഡോറൊക്കെ അടിച്ച് പൊളിച്ച് അകത്ത് കയറി അവളെ താഴെ ഇറക്കി കിടത്തുമ്പോൾ ബോധം പോകും. പിന്നെ വെള്ളം തളിക്കുമ്പോൾ ബോധം വരും, ഭയങ്കര പ്രശ്നം. അവസാനം ബോധം വന്നപ്പോൾ ഇവളെ എഴുന്നേറ്റ് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടൊരു പോക്കാണ്. ഞാൻ ഇപ്പം നാട്ടിൽ പോയി അവനെ കാണും, 2 വർത്താനം പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അവൻ്റെ ജീവിതം നശിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ ശരിയായ മനുഷ്യനല്ലെങ്കിൽ നിൻ്റെ ജീവിതം പോക്കാണ്, അവൻ പാവം പയ്യനാണെങ്കിൽ അവൻ്റെ ജീവിതം പോക്കാണ് ഇങ്ങനെ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് നീ ശാന്തമായിരിക്കും, ഞങ്ങൾ നേരം വെളുത്തിട്ട് അന്വേഷിക്കുക. കാരണം ഒരാൾ പറഞ്ഞു വിട്ട ആളാണല്ലോ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പുറകെ ബൈക്കിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വണ്ടി കാത്തിരിക്കുന്നു. 3 ട്രെയിനുണ്ട് രാത്രിയിൽ. ഞാൻ അവിടെ മുട്ടുകുത്തി, ആ പ്ലാറ്റ്ഫോമിൽ മുട്ടുകുത്തി പറഞ്ഞു, ഞാൻ നിന്നോട് യാചിക്കും, നിൻ്റെ ജീവിതം നശിപ്പിക്കരുത്, തിരിച്ചു വരണം. അവൾ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആ ജ്ഞാനമുണ്ടല്ലോ എൻ്റെ ഉള്ളിലേക്ക് വന്നു, നീതിബോധം. ഇത്രയും നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടും അവൾ കള്ളം പറഞ്ഞത് പോട്ടെ, സ്വന്തം നാശത്തിലോട്ട് പോയി. ഇനി മേലാൽ അവളെ വീട്ടിൽ കയറ്റത്തില്ല ഇങ്ങോട്ട് വന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ പറഞ്ഞ മുഴുവൻ കള്ളമായിരുന്നു, നമ്മളെ പറ്റിക്കുമായിരുന്നു, അതുകൊണ്ട് ഇനി അവൾ വന്നാലും കയറ്റരുത് എന്ന് പറഞ്ഞു. നല്ലതല്ലേ? കാരണം എന്നാ, എൻ്റെ ഞങ്ങളുടെ വീട്ടിലെങ്ങാനും വെച്ച് ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ മിഷണറിയുടെ വീട്ടിൽ അജ്ഞാത യുവതിയുടെ ജഡം, ആന്ധ്രാപ്രദേശിലെ ജയിലിലെ ഗോതമ്പുണ്ടയാണോ ചപ്പാത്തി ഇറച്ചിയാണോ നമുക്കറിയില്ലെങ്കിലും പിന്നെ നമ്മൾ വെളി വരുമായിരുന്നു എന്ന് പോലും അറിയത്തില്ല. കാരണം ഇവിടെ ഒരു ആധാർ കാർഡ് പോയിട്ട്, ഒരു ഐഡന്റിറ്റി കാർഡ് പോയിട്ട് ഒരു വകയില്ല. അപ്പൊ രക്ഷപ്പെട്ടില്ലേ? ഞങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെട്ടെന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞ ഉള്ളിൽ ഭയങ്കര ആശ്വാസം കേട്ടോ. മനുഷ്യനല്ലേ,
പോയി കഴിഞ്ഞ് രക്ഷപ്പെട്ടു. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കഥ തീർന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി മുട്ട് കുത്തുന്ന സമയത്ത് കർത്താവിനോട് പറഞ്ഞു, ഇനി മേലാൽ നീ അമേസിങ് ഗ്രേസ് എന്നുള്ള പാട്ട് പാടരുത്. നീ ചെയ്തതിനകത്ത് കൃപയുമില്ല, ആശ്ചര്യവുമില്ല. ഞാൻ ഓർത്തു, എന്തോ കർത്താവേ ഞാൻ ചെയ്തത്? നിന്റെ വാതിലിൻ്റെ ഡോറ് എൻ്റെയാണ്. ഐ ഡിസൈഡ് ഹൂ വിൽ കം ടു യുവർ ഹോം. ഞാനാണോ നീയാണോ രാജാവ്? ഞാനിപ്പോഴൊക്കെ ഇടുക്കത്തോടെ അത് ഓർക്കുന്നത്. കാരണം ഞാൻ വെറും ഒരു കസ്റ്റോഡിയനാണ്. ഐ ഹാവ് നോ റൈറ്റ് ടു സേ ഇതെൻ്റെയാണ്. ഉള്ളി എ കസ്റ്റോഡിയൻ. കസ്റ്റഡി, എൻ്റെ കസ്റ്റഡി ലഭിച്ചിരിക്കുന്ന ആസ് എ കാര്യവിചാരകൻ. ഞാനല്ല തീരുമാനിക്കുന്നത്. അപ്പോഴെനിക്ക് മനസ്സിലായത് കർത്താവ് എന്ത് ചിന്തിക്കുന്നു അത് മാത്രമാണ് ജ്ഞാനം. ഞാൻ ഉടനെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പ്രശ്നം ഉണ്ടായാലും അവളോട് ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞേക്കും. പക്ഷെ അവൾ വന്നില്ല, വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ദൈവം അത് അടച്ചതാണ്. പക്ഷേ എൻ്റെ പണിയല്ലത്. എന്നെ സംബന്ധിച്ച് ക്രൈസ്റ്റ് അലോൺ ഈസ് മൈ റൈച്ചസ്നെസ്. ഇത് കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ്. എങ്ങനെയാണ് ക്രിസ്തു അടിസ്ഥാനമായ ഒരു ലൈഫ് ഉണ്ടാകുന്നത്. അപ്പം എപ്പം നോക്കിയാൽ ആരെന്നെ പൊക്കി പറഞ്ഞാൽ എനിക്കൊന്നും തോന്നാറില്ല. കാരണം ഞാൻ അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. കാരണം ഒന്നും തോന്നേണ്ട കാര്യമില്ല. അവർ ഇന്ന് ഇങ്ങനെ പറയും, നാളെ അങ്ങനെ പറയും. ബട്ട് ക്രൈസ്റ്റ് എലോൺ, ഈ ക്രൈസ്റ്റ് എലോൺ എന്നുള്ളതിലേക്ക് ഒരു സഭ വന്നാൽ ആ സഭ ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഞങ്ങളത് അനുഭവിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഇപ്പം എനിക്കൊന്ന് 20ഓളം പേരാണ് മിഷണറിമാരായിട്ട് ഇപ്പം ഉള്ളത്. ഇപ്പം പോയേക്കുന്നത് 9 പേര്. ഞാൻ ലൈവായിട്ട് പറയുന്നില്ല. വളരെ ദുർഘടമായ രാജ്യത്താണ്. അവർ തിരിച്ചു വരുന്ന ഉറപ്പൊന്നുമില്ല. ഉറപ്പിലല്ല പോയേക്കുന്നത്. ഇനി 5 പേരോട് പോകാൻ തയ്യാറായിരിക്കുകയാണ്. അതിലൊരു കുട്ടി അവളുടെ സമ്പാദ്യം മുഴുവൻ എടുത്ത് ശുശ്രൂഷകരുടെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ എനിക്കുള്ളതെല്ലാം സഭയിൽ ഏൽപ്പിച്ചിട്ട് പോവാണ്. തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. അപ്പൊ സഭയിലെ സഹോദരങ്ങൾ പറഞ്ഞു, ഇത് നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ മിഷണറി വേലയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇത് ഒരു മനുഷ്യനാൽ സാധിക്കുന്നതല്ല. ഇതൊരു മനുഷ്യനാൽ എന്നെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് എപ്പോഴും ഈ പ്രസംഗിച്ച് നടക്കുന്ന എന്നെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നവരും എല്ലാം വിട്ട് അനുഗമിക്കുന്നവരുമായ ശിഷ്യന്മാരുടെ ഒരു സംഘം നമ്മുടെ സഭയിൽ എപ്പോഴും ഉണ്ട്. അതിൻ്റെ കാരണം ഒരു മനുഷ്യനോട് വാഴ്ത്തപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി, എന്നെ പോലെ ആകുന്നത് മതി എന്ന് പിള്ളേർ വിചാരിച്ച എല്ലാം എന്നെ പോലെ ആയി പോകും. പക്ഷെ വെൻ ക്രൈസ്റ്റ് ബിക്കംസ് ദ ഫൗണ്ടേഷൻ, ഞാനൊരു വഴികാട്ടി മാത്രമായിട്ട് എനിക്ക് സന്തോഷിക്കാം. ലുക്ക് അറ്റ് ദം ആൻഡ് ഐ ക്യാൻ റിജോയ്സ്. ക്രിസ്തു അടിസ്ഥാനമായി വന്നാൽ മാത്രമേ ആ സഭയ്ക്ക് അധികാരമുള്ളൂ, ശക്തിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഡ്രം അടിക്കുന്നതിൻ്റെ ശക്തിയാണ് നമ്മുടെ ശക്തി എന്നാണ്. അതല്ല ശക്തി. നോ, വേണ്ട എന്ന് ഈ ലോകത്തോട് പറയാനുള്ളൊരു ശക്തിയുണ്ട് നമുക്ക്. 1 കൊരിന്ത്യ ലേഖനം നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടാ ഇത്രയും പറഞ്ഞു. 1 കൊരിന്ത്യ ലേഖനം 1:29, 30, 31. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ ഓരോറ്റയാളുടെ പൊങ്ങച്ചവും ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ ഉള്ളൂ ശ്രേഷ്ഠദാസനോ അതിശ്രേഷ്ഠദാസനോ ഒക്കെ ഇവിടെ ഉള്ളൂ, അവിടെ ഇല്ല. പണ്ടൊരാളെന്നോട് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴേക്കും നമ്മൾ ഭയങ്കര വേലയൊക്കെ ചെയ്ത് ചെന്ന് കഴിയുമ്പം അവിടെ ദൂതന്മാരെല്ലാം എഴുന്നേറ്റെന്ന് പറയും, നല്ലവനും വിശ്വസ്തനുമായൊരു ദാസൻ വരുന്നുണ്ടെന്ന്. അന്ന് ഞാനത് വിശ്വസിച്ചു. പിന്നെയാണ് മനസ്സിലായത്, അവിടെ ചെല്ലുമ്പം എന്നെ കാണുമ്പോഴേ ദൂതന്മാർ കർത്താവിൻ്റെ കാൽക്കൽ ഇവനോട് പറയും, ഇങ്ങനെ ഒരുത്തനെ ഇങ്ങനെ ആക്കിയത് നിന്നെക്കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമായിരുന്നു, കുഞ്ഞാടേ നീ വാഴ്ത്തപ്പെട്ടവനെ പറയുള്ളൂ. അവിടെ ഇങ്ങോട്ട് നമുക്ക് ബഹുമാനം കിട്ടുമെന്ന് വിചാരിച്ചല്ലണ്ട, നമ്മൾ ഉൾപ്പെടെ ആരും അവിടെ പുകഴ്ത്തപ്പെടുകയില്ല. കുഞ്ഞാടല്ലാതെ ആരും മഹത്വം എടുക്കുകയില്ല. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവർ കണ്ടോടാ ഞാൻ കൂടുതൽ, അങ്ങനെ ഒന്നും നടക്കില്ല. അവിടെ നമുക്ക് കിട്ടുന്ന കിരീടവും പ്രതിഫലവും ആ കാൽക്കൽ ഇട്ടിട്ട് സ്തോത്രം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. സോളി ഡിയോ ഗ്ലോറിയ, ദൈവമേ നിനക്ക് മാത്രം മഹത്വം, വേറെ ഒന്നുമില്ല. ഇത് നമ്മുടെ സഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ചർച്ച് വിൽ ബിക്കം വെരി പവർഫുൾ. ഓൾ ഓർഗൻസ് ഓഫ് ദറ്റ് ബോഡി വിൽ ബിക്കം പവർഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ്. പക്ഷെ വരത്തില്ല, കാരണം ഇതൊരു പ്രൊഫഷനായി പോയി. എല്ലാം കഴിഞ്ഞ ഒരു ശുശ്രൂഷകനോട് പറഞ്ഞാണ്, പതുക്കെ പതുക്കെ പിടിച്ച് കയറണം വലിയ സഭ കിട്ടുന്നവര്. അതുവരെ കഷ്ടപ്പാടാണ്. ഞാൻ ഇത് പറയുന്നത്
നാളെ ഞാൻ ജീവനുണ്ടാവുമെന്ന് അറിയില്ല, പക്ഷെ നിങ്ങളെങ്കിലും ഇത് കേട്ടാൽ നല്ല കാര്യം എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ഒരു സഭയിൽ 3 വർഷം ഇരുന്നിട്ട് വലിയ സഭ അന്വേഷിച്ചിരിക്കുന്ന ഒരാൾക്ക് ആ സഭയിൽ ഏതെങ്കിലും ഒരു കൊച്ചിനെ അപ്പനെ പോലെ ആവാൻ പറ്റുമോ? എനിക്കറിയില്ല. പറ്റുമോ? ഒരു വളർന്നു വരുന്ന ഒരു ശുശ്രൂഷകന് അവനൊരു അപ്പൻ്റെ സ്ഥാനത്ത് ഒരു പൗലോസ് തിമോത്തിയോസിനെ മെൻറ്റർ ചെയ്ത പോലെ ഒരു 2 പേരെ മെൻറ്റർ ചെയ്യാൻ ഈ 3 വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ ആവുന്ന സിസ്റ്റത്തിനകത്ത് നടക്കുമോ? 3 വർഷം കഴിഞ്ഞ് ഇവനെ വിളിച്ചാൽ പഴയ സഭയിൽ ഇടപെട്ടെന്നും പറഞ്ഞ് അത് കേസ് വരെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ്സ് എ ഹൊറിബിൾ സിസ്റ്റം. ഇത് മനുഷ്യരുടെ ഒരു സിസ്റ്റമായിട്ട് ഇത് നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കറിയില്ല നിങ്ങളിത് കാണുന്നുണ്ടോ എന്ന്. വായിച്ചോ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പും ആയി തീർന്നു. അടുത്തത്, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. അതിനുവേണ്ടി എന്തായി? ജ്ഞാനവും നീതിയും ശുദ്ധി വീണ്ടെടുപ്പും ആരായി മാറി? ക്രിസ്തുവായി മാറി. നമുക്ക് കത്തോലിക്കനോടും ചോദിക്കാം, എങ്ങനെ നമ്മൾ വിശുദ്ധരാകുന്നത്? അവർക്ക് നല്ല രസകരമായ ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ ഈ അൽഫോൻസാമ്മ എങ്ങനെ വിശുദ്ധയായതെന്ന്? അറിയോ? രോഗം വന്നപ്പം ഒരു എതിർപ്പും കൂടാതെ സഹിച്ചു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല, അങ്ങനെ വിശുദ്ധയായി. ഈസി ആയിരുന്നു. പീഡനങ്ങൾ സഹിച്ചു, പെർസിക്യൂഷൻ സഹിച്ചു, കഷ്ടത സഹിച്ചു. അവർക്ക് കഷ്ടതയെക്കുറിച്ച് ഓരോരോ ഫിലോസഫി ഉണ്ട്. അതുപോലെ വിശുദ്ധരാകാൻ അവർക്ക് പല ടെക്നിക്കുകളുണ്ട്. നൊവേന, എന്താ പറയുക, മറ്റേ സാധനം, റോസറി, കൃത്യമായ കുർബാന, കർമ്മങ്ങൾ, ഇതിലൂടെയൊക്കെ അവർ വിശുദ്ധരാകുന്നു. നമ്മളെങ്ങനെ വിശുദ്ധരാകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പെന്തക്കോസ്തുകാർ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്നത് പറയാം. എന്നെ നോക്കിക്കൊണ്ടത് പറയുന്നത്. വെള്ള വസ്ത്രം, പിന്നെ അടുത്ത് കുമ്പളങ്ങ മുഖം, പിന്നെ അടുത്തത് അതാ കുമ്പളങ്ങ മുഖം എന്ന് പറഞ്ഞു. പിന്നെ ഗോൾഡ് ഇല്ല. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്? കൃത്യമായ ദശാംശം, എല്ലാ മീറ്റിങ്ങിലും കൃത്യമായ പാർട്ടിസിപ്പേഷൻ. 9 മണിക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 9:15 വന്ന് ചമ്രം പടിഞ്ഞിരുന്നാൽ അല്ലേ അല്ലേ? പിന്നെ ശക്തമായിട്ട് കൈയടിച്ച്. അപ്പം നമ്മൾ ആരായി? പിന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കാതെ ഡീസൻ്റായിട്ട് ജീവിക്കണം. നമ്മൾ തല്ലിപ്പൊടിയൊന്നും ആവാൻ പാടില്ല, കള്ളുടിക്ക്, സിഗരറ്റ്, അങ്ങനത്തെ പരിപാടിയൊന്നും പോരെ. മതിയോ? പറ, നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു വിശുദ്ധനായ മനുഷ്യനിൽ നിന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? കള്ളു കുടിക്കരുത്, വഴക്കുണ്ടാക്കരുത്, പുകവലിക്കരുത്, തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണരുത്, പിന്നെ പിന്നെ വസ്ത്രധാരണത്തിലെല്ലാം മിതത്വം അല്ലേ ഒക്കെ പാലിക്കണം. ഇതൊക്കെയാണ് നമ്മൾ. ഓക്കെ, നല്ല കാര്യം, എല്ലാം നല്ല കാര്യമാണ്. അതൊന്നും ആരും ചോദിക്കാറൊന്നുമില്ല. എനിക്കറിയാൻ മേല. ആർക്ക് ചോദിക്കാറുണ്ടോ ചർച്ചിൽ? അല്ല, ആയിക്കോട്ടെ, ഇതെല്ലാം ഇരുന്നോട്ടെ. ഇതാണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത്. ആത്മാവിൻ്റെ ഫലമില്ല എന്ന് പറഞ്ഞ് ആരെയും പുറത്താക്കൂല, ആരെയും എന്താ പറയുന്നത്, കർത്തൃമേശം മുടക്കൂല, പക്ഷേ മോതിരം ഇട്ടാൽ മുടക്കും. അതാണ് അതിൻ്റെ വിശുദ്ധിയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ആ വിഷയത്തിലോട്ട് കയറുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ ഈ വിശുദ്ധി എന്ന് പറയുന്ന സാധനം? ഒരാൾ എപ്പോഴാണ് വിശുദ്ധനാകുന്നത്? ഈ വിശുദ്ധനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം, നമ്മൾ ക്രിസ്തു തന്നെ നമ്മുടെ വിശുദ്ധിയാണ്. എന്താണ് ഈ ക്രൈസ്റ്റ് ബിക്കംസ് ദ ഫൗണ്ടേഷൻ? അത് നീതിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ പറഞ്ഞു. ഇനി വിശുദ്ധിയുടെ കാര്യത്തിലൂടെ പറയാം, അത്രേ പറ്റുള്ളൂ. നമ്മുടെ സമയം ആയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് പല സ്വഭാവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ചില സ്വഭാവങ്ങൾ ഞാൻ പറയാണ്. ഒന്ന്, അവൻ നിത്യനാണ്, ആരംഭം അവസാനമില്ല. നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ആരംഭമുണ്ട്. ഇനി ദൈവം സ്വതന്ത്രനാണ്, അവൻ ആരുടെ ആവശ്യമില്ല. നമുക്ക് ദൈവവും വേണം, ചുറ്റുമുള്ളിരിക്കുന്ന ആൾക്കാരും വേണം. എനിക്ക് ഇരിക്കണമെങ്കിൽ കസേരയും വേണം. ഇപ്പം ഇല്ല ഇത്. എനിക്ക് ഇരിക്കണമെങ്കിൽ കസേരയും വേണം, എനിക്ക് യാത്ര ചെയ്യണ വണ്ടി വേണം, എനിക്ക് ഒത്തിരി സാധനങ്ങൾ വേണം, ആഹാരം വേണം. ദൈവത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. ഹി സെൽഫ് സഫിഷ്യൻറ്റ്. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. അതിനെ ഇൻഡിപെൻഡൻസ് എന്നാണ് വിളിക്കുന്നത്.
അപ്പം അതൊരിക്കലും നമുക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം. ദൈവം എല്ലായിടത്തും എല്ലാ സമയത്തും ഉണ്ട്. അത് ഒരിടത്ത് തലയും വേറെടുത്ത് കാലും അങ്ങനല്ല. എല്ലായിടത്തും പൂർണ്ണ പ്രസൻസ് ദൈവത്തിന് കൊടുക്കാൻ പറ്റും. ഇവിടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ പൂർണ്ണമായിട്ടുള്ള പോലെ തന്നെ എല്ലാ പ്രപഞ്ചത്തിൽ മുഴുവൻ നമ്മൾ എവിടെ ചെന്നാലും, കടലിനടി ചെന്നാലും, പാതാളത്തിൽ ചെന്നാലും, അവിടെ ഒന്നും ഈ ദൈവം ഇല്ലാത്തൊരു സ്ഥലമില്ല. അവിടെ എല്ലാം ദൈവം പൂർണ്ണമായിട്ടും പ്രസൻ്റാണ്. അതിനാണ് നമ്മുടെ ദൈവം ഇൻഫിനിറ്റ് ആണ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് കൺഫൈൻഡ് അല്ല. അതായത് ഒരു ലൊക്കേഷൻ വെച്ച് ദൈവത്തെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ദൈവം സർവജ്ഞാനിയാണ്. ഈ സർവജ്ഞാനിയാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം ഒരേ സമയത്ത് അറിയാം, കാണാം. ആദം പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ക്രൂശിൽ മരിക്കുന്നതും ഞാൻ ഈ റാന്നിയിൽ നിങ്ങളോട് സംസാരിക്കുന്നതും ദൈവത്തിന് കാണാം. കാരണം ദൈവം സമയത്താലോ സ്ഥലത്താലോ ബന്ധിക്കപ്പെട്ടിട്ടില്ല, സ്വതന്ത്രനാണ്. ഇതിനാണ് നമ്മൾ ഇൻഫിനിറ്റ് ദൈവം, സർവജ്ഞാനിയായ ദൈവം എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ ദൈവത്തിന് ഒരിക്കലും മാറ്റം വരില്ല. നമുക്ക് പ്രായമാവും, നമ്മൾ കിടപ്പാവും, ചിലപ്പോൾ കിടക്കാതെ തന്നെ പോകും. പക്ഷെ കർത്താവിന് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, ദൈവത്തിനൊരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് ക്രിസ്തുവിനെ ഒന്ന് നോക്കാം. ക്രിസ്തു എല്ലാ സമയത്തും പൂർണ്ണ ദൈവം തന്നെയാണ്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് യേശുക്രിസ്തു ഇത്തിരി ചെറിയ ദൈവവും പിതാവ് ഇത്തിരി വലിയ ദൈവമാണ്. അങ്ങനെയൊന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഒരു ദൈവമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ ദൈവം എന്നായിപ്പോയി രണ്ട് ദൈവമായി പോകും. അങ്ങനെയില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ. ഇതാണ് ത്രിയേക ഉപദേശം, ത്രിയേകത്വം എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന് പിതാവിനുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്. നിത്യനാണ്, എല്ലാം അറിയാവുന്ന സർവജ്ഞാനി, സർവ്വവ്യാപിയുമാണ്, എല്ലാ ഗുണങ്ങളും ഉണ്ട്. പക്ഷേ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ അവൻ സർവ്വവ്യാപിയായി കാണുന്നില്ല. ഒരു ലോക്കൽ സ്ഥലത്താണ് യേശുവിനെ കാണുന്നത്, അല്ലേ? ആണോ അല്ലയോ? അതിനർത്ഥം അവൻ അതിന് പറ്റില്ല എന്നല്ല. നമ്മളിൽ ഒരുവനെ പോലെ ആകാൻ വേണ്ടി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ദൈവമായിരിക്കെ തന്നെ ദൈവത്തിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഉപയോഗിക്കാതെ, എല്ലാ മഹത്വവും വെളിപ്പെടുത്താതെ ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു, നമ്മളിൽ ഒരാളായി മാറി. സമ്മതിച്ചല്ലോ? ഇനി നമുക്ക് ദൈവത്തിൻ്റെ വേറെ കുറെ ഗുണങ്ങൾ നോക്കാം. നേരത്തെ ഒരു ആൻറ്റി പറഞ്ഞു ആത്മാവിൻ്റെ ഫലം. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും തമ്മിലൊരു വ്യത്യാസം നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ സ്നേഹവും, കർത്താവ് നമ്മളോട് പറഞ്ഞ, പഴയ നിയമത്തിൽ പറഞ്ഞു, നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും, ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം, നിന്നെ പോലെ നിന്റെ. നമുക്ക് അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മുടെ കൊച്ചു പരീക്ഷയ്ക്ക് തോറ്റു, നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചീത്ത, നീ എന്തിനാണ് പഠിക്കാൻ പോകുന്നത്, നിന്നെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട സമയത്ത് വേറെ ബിസിനസ് തുടങ്ങിയായിരുന്നെങ്കിൽ, കുറച്ച് ലാഭമെങ്കിലും ഉണ്ടാക്കായിരുന്നു. നീ മനുഷ്യനെ, നീ എങ്ങനെ ജീവിക്കേണ്ട, കാലം കഴിഞ്ഞാൽ, പണ്ടൊക്കെയാണെങ്കിൽ കാളെ മേടിച്ചായിരുന്നു പറയായിരുന്നു, ഇപ്പോൾ കാളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ്, അത് ഇപ്പം ഇല്ല. ഇപ്പം എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് രാത്രിയായപ്പോൾ അയൽവക്കത്തെ വീട്ടിലെ പയ്യനും തോറ്റു. അപ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത്? സത്യം പറ, എന്തായിരിക്കും തോന്നുന്നത്? ഓ, എൻ്റെ മകൻ ഒരു കൂട്ടായല്ലോ, ഇനി രണ്ടുപേരും ഒന്നിച്ച് സപ്ലിമെൻ്ററി. അപ്പം അയൽക്കാരനെ നമ്മളെപ്പോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജഡത്തിൽ നിന്ന് വരികയില്ല. അത് നമ്മളങ്ങ് സമ്മതിച്ച ഒരു കുഴപ്പമില്ല. നമ്മുടെ ജഡത്തിൽ നിന്ന് ഈ സ്നേഹമൊന്നും വരില്ല, അഭിനയിക്കാൻ മാത്രമേ നമുക്കറിയാവൂ. നിങ്ങൾക്ക് അതിമഹത്തായ ഒരു പഴം, അത്ര ഭയങ്കര ടേസ്റ്റുള്ള ഒരു പഴം കിട്ടിയാൽ നിങ്ങൾ തിന്നും, നിങ്ങളുടെ മക്കൾക്കും കൊടുക്കും, അയൽവക്കാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുമോ? മിണ്ടത്തില്ല. നമ്മൾ അഭിനയത്തിൻ്റെ ഉസ്താദുകളാണ്. പക്ഷെ ദൈവത്തിന് നമ്മൾ അഭിനയിക്കാത്ത ഒറിജിനലിനെ കാണാം എപ്പോഴും. അതാണ് ഈ സങ്കടം. എന്നിട്ടും കർത്താവ് നമ്മളെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് അത്ഭുതമാണ്. ഈ പ്രത്യേകിച്ചും ആത്മീയരെന്ന് പറയുന്ന ആൾക്കാർ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കാൻ സിനിമാ നടന്മാർക്ക് പോലും പറ്റത്തില്ല. നമുക്ക് പലപ്പോഴും ഇവർ ചിരിക്കുമ്പം ചിരിക്കുവാണോ കരയുവാണോ ഒന്നും നമുക്കറിയില്ല. ചിലപ്പോൾ പറയും നമ്മുടെ വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടപ്പോൾ ചുമ്മാ പറയുന്നയാ.
ഓ അച്ചായന് വേണ്ടി ഓർക്കാത്ത പ്രാർത്ഥിക്കാത്ത ദിവസം വെറുതെ അടിച്ചു വിടുന്ന അഭിനയം എന്ന് പറഞ്ഞാൽ. കാരണം അങ്ങനെ ആരെ കൊണ്ടും പറ്റത്തില്ല. അവന്റെ കാര്യമെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നാളുകളായി കാണും. ഇത്തിരി വെള്ളം കുടിച്ചോട്ടെ. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം എന്ത് സ്നേഹമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം കംഫർട്ട് ഒട്ടും നോക്കാതെ, ഒരു പരാതിയും പറയാതെ, ശത്രുവായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി, ഒരു പ്രയോജനവുമില്ലാത്ത കുറെ ആൾക്കാർക്ക് വേണ്ടി സ്വന്തം പ്രാണനെ വെച്ചു കൊടുക്കാനുള്ള സ്നേഹം. ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നാലേ ആത്മാവിന്റെ ഫലം വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റേ സ്നേഹമൊക്കെ ജഡത്തിന്റെ ഫലമോ. സ്വന്തം മക്കളെ സ്നേഹിക്കാത്ത കാക്ക പോലുമില്ല. പിന്നെ സാമൂഹ്യപരമായൊരു സ്നേഹമുണ്ട്. നമ്മളെ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മലയാളി ചായ ഇട്ടുകൊണ്ടിരിക്കുന്ന കഥ കേട്ടിട്ടില്ലേ? അവിടെ ചെല്ലുമ്പോൾ ഒരു മലയാളിയെ കണ്ടാൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും, ഏത് നാട്ടിലാ, എവിടെന്നാ, നാട്ടിലെവിടാ ചോദിക്കില്ലേ? അത് സമൂഹ സ്നേഹമാണ്. അതിന് ആത്മാവൊന്നും വേണ്ട. ഇനി നമുക്ക് ദൈവത്തിൻ്റെ ചില ഗുണങ്ങൾ കൂടെ നോക്കാം. ഈ വിശുദ്ധി എന്താന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പരിശ്രമിക്കുന്നത്. ശുദ്ധീകരണവും വിശുദ്ധീകരണവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വാക്ക് ശുദ്ധീകരണം എന്ന് എഴുതിയേക്കുന്നെങ്കിലും അത് ഇംഗ്ലീഷിൽ ശരിക്കും സാങ്ക്ടിഫിക്കേഷൻ തന്നെയാണ്, അതായത് വിശുദ്ധീകരണം തന്നെയാണ്. ഈ ക്ലെൻസിങ് ആണ് ശുദ്ധിയാക്കുക എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക എന്നതിൻ്റെ അർത്ഥം. നമ്മുടെ ഒരു പാത്രം കഴുകി, ഇപ്പം ഞാൻ ഈ ഗ്ലാസ് എടുത്ത്, ഈ ഗ്ലാസ് ക്ലീൻ ആണോ? ശരിക്കും പറഞ്ഞാൽ അല്ല. കാരണം ഞാനൊന്ന് കുടിച്ചത് കൊണ്ട് എൻ്റെ വായിലും ചുണ്ടിലും ഉണ്ടായിരുന്ന അനേകം ബാക്ടീരിയകൾ ഇതിനറ്റത്ത് ഇങ്ങനെ തത്തി കളിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ജലദോഷമോ എന്തെങ്കിലും വൈറൽ രോഗമോ ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ പേടിച്ച് പല പ്രാവശ്യം സോപ്പിട്ട് എഴുതുമെന്ന് എനിക്കറിയാം, ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പകർത്താനുള്ള സാധനം ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല കേട്ടോ, പേടിക്കണ്ട, ഇതുവരെ ഒന്നുമില്ല. അപ്പം ഇത് ക്ലീൻ അല്ല. അപ്പം ക്ലീൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് നമ്മൾ നല്ലപോലെ കഴുകി സോപ്പിട്ട് ക്ലീൻ ആക്കി വെക്കണം. ഓക്കെ. പക്ഷെ ക്ലീൻ ആയതേ ഉള്ളൂ, ശുദ്ധമായി, വിശുദ്ധമായില്ല. ഈ ശുദ്ധമായത് ഞാൻ കള്ളുകൂടി നിർത്തി, സിഗരറ്റ് വലി നിർത്തി, തിയേറ്ററിൽ പോയിരിക്കുന്ന പരിപാടി നിർത്തി, MDMA കഞ്ചാവ് മയക്കുമരുന്ന് എല്ലാം നിർത്തി, ആൾക്കാരുടെ വഴക്കുണ്ടാക്കുന്ന നിർത്തി. പിന്നെന്താ നിർത്തുന്നേ? വേറെ നിർത്താനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പലിശയ്ക്ക് കടം കൊടുക്കുന്ന നിർത്തി, എല്ലാം നിർത്തി, ക്ലീനായി. പക്ഷെ വിശുദ്ധനായില്ല. ഈ അരുതുകളിലൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ തടയുമ്പം നമ്മൾ ക്ലീൻ ആവുന്നുണ്ട്, പക്ഷെ എന്താകുന്നില്ല? യേശുക്രിസ്തുവിന്റെ രക്തം സകല മലിനതകളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ക്ലീൻ ആക്കുന്നു. എങ്ങനെയാ? യേശു കർത്താവിന്റെ രക്തം അർപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ അതുവരെയുമുള്ള മലിനതകൾ, നമ്മുടെ ജീവിതത്തിലുള്ള മലിനപാപങ്ങളെല്ലാം ആ രക്തത്താൽ കഴുകപ്പെട്ടു, ക്ലീനായി, ശുദ്ധമായി. ഇനി എങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാക്കുന്നത്? അത്രയൊന്നും ഉചിതമല്ലാത്തൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതേ പാത്രമാണ് ആയിരിക്കില്ല അപ്പം നുറുക്കാനും പാനപാത്രം എടുക്കാനും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് വിചാരിച്ചു. നിങ്ങൾ എപ്പോഴാണോ അതിനകത്ത് ഒരു പാത്രത്തിൽ അപ്പവും വെച്ചിട്ടൊരു പാനപാത്രത്തിൽ മുന്തിരിച്ചാറും കൂടെ ഒഴിച്ച് അതിനൊരു തുണി വെച്ച് മൂടി ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുന്നോ, അത് വിശുദ്ധമൊന്നും ആയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പിള്ളേരെ കൊണ്ടും നമ്മളത് പിന്നെ കൈകാര്യം ചെയ്യിപ്പിക്കത്തില്ല. കാരണം അതിനൊരു ക്വാളിറ്റി വന്നു. അതെങ്ങനെയാണ് വന്നത്? അത് ഗ്ലാസ് ക്ലീൻ ആയതുകൊണ്ടല്ല, അതിനകത്ത് എന്താ നിറയുന്നത് എന്നുള്ളതാണ്. അല്ലേ? ആണോ അല്ലയോ? അപ്പം നമ്മൾ എങ്ങനെ വിശുദ്ധരാകുന്നത്? ക്രിസ്തു നമ്മിൽ വസിക്കുകയും, ഞാൻ കുറേ ദൈവത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ, അതൊന്നും ദൈവം നമുക്ക് തരുന്ന ഗുണങ്ങളല്ല. എന്നാൽ ക്രിസ്തുവിന് എന്തെല്ലാം, നമ്മൾ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ എന്തെല്ലാം ദൈവിക ഗുണങ്ങൾ കണ്ടോ അതെല്ലാം നമുക്കുള്ളതാണ്. അതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ആയിട്ട്, അതായത് കർത്താവ് എന്തൊക്കെയാണോ അവൻ തിരഞ്ഞെടുത്ത് അവൻ്റെ മക്കൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് കാണാം. ആ സ്നേഹം, ആ കരുണ, ക്ഷമ, അനുസരണം, ഇതെല്ലാം ആ ദൈവീക സ്വഭാവം, താഴ്മ. പിതാവാണോ പുത്രനാണോ വലുത്? പിതാവല്ല പുത്രനല്ല, രണ്ടുപേരും വലുതാണ്. പിതാവും വലുതാണ്, പുത്രനും വലുതാണ്, കമ്പാരിസൺ ഇല്ല. ഭാര്യയാണോ ഭർത്താവാണോ വലുത്? മോർ ഇമ്പോർട്ടൻറ്റ്. എന്ത് എളിമയുള്ള ഭാര്യമാർ, ഒരു ഭർത്താക്കൻ. രണ്ടുപേരും ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഒരുപോലെയാണ്, ഒരേ സ്റ്റാറ്റസാണ്. പക്ഷേ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കും. അതുപോലെ തന്നെ പിതാവും പുത്രനും ഒരേപോലെയാണ്. പക്ഷെ പിതാവിന് പുത്രൻ എന്ത് ചെയ്തിരിക്കുന്നു? കീഴടങ്ങി. ഈ കീഴടങ്ങുക എന്ന് പറയുന്ന സ്വഭാവം പോലെ എവിടെ നിന്ന് വരണം? ക്രിസ്തുവിൽ നിന്ന് വരണം. ആ ക്രിസ്തുവിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. അപ്പൊ നമ്മളെ ആരാ വിശുദ്ധീകരിക്കുന്നത്? ആരാ നമ്മുടെ വിശുദ്ധി? നമ്മുടെ വിശുദ്ധി വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, അല്ലേ? എന്തുവാ? സാവധാനത, വാക്യം സൗമ്യതയും സാവധാനതയുമായ എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിലെ നിഗൂഢ മനുഷ്യൻ, ഗൂഢമനുഷ്യൻ. എന്താ ഈ സാവധാനത എന്ന് പറയുന്നത്? കർത്താവിൻ്റെ ഒരു സ്വഭാവം അത്. ഒരുത്തൻ എന്നോട് 4 ചീത്ത പറയുന്നു, എനിക്ക് അപ്പം തന്നെ 2 പൊട്ടിക്കാൻ തോന്നുന്നു. പക്ഷേ എനിക്കൊരു ഗിഫ്റ്റ് ആത്മാവ് തന്നിട്ടുണ്ട്, സാവധാനത. ഞാനവിടെ നിന്നുന്നു 10, 9, 8, 7, 6, 5, 4, 3, 2, 1 അത്ര എണ്ണാനുള്ള സമയം എനിക്ക് കിട്ടുന്നു. ആ സമയത്ത് ഞാൻ പറയും, കർത്താവ് ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന നീയാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ആത്മാവിൻ്റെ കൃപയിലേക്ക് എന്നെ നടത്തും. അത്രയും പറയാനുള്ള സമയം എനിക്ക് കിട്ടും നമ്മൾ വിശുദ്ധരാകുമ്പോൾ. ഒരു പ്രലോഭനം വരുമ്പം, കർത്താവേ നീ ആയിരുന്നെങ്കിൽ എങ്ങനെ ഇതിനെ നോക്കുമായിരുന്നു? ഈ ലോകത്തെ, ഈ അട്രാക്റ്റീവായിട്ടുള്ള സാധനത്തെ എങ്ങനെ നോക്കുമായിരുന്നു? അതേ നോട്ടം എനിക്ക് തരണം എന്ന് പറയാനുള്ള ഒരു സാവധാനത, ഒരു മോമെന്റ് ഓഫ് റിഫ്ലക്ഷൻ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു സൗമ്യതയുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരു ഗൂഢ മനുഷ്യൻ, ഒരു ആന്തരിക മനുഷ്യൻ നമുക്കുണ്ടാകും. ഇതാണ് ശരിക്കുമുള്ള സ്പിരിച്വൽ ഓർണമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വിശുദ്ധി എന്ന് പറയുന്നത് ആരാണ്? ക്രിസ്തുവാണ്. അതാണ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. ഇതാണ് ഒരു സഭയ്ക്ക് ക്രിസ്തു എന്ന അടിസ്ഥാനം വരുമ്പോൾ ആ സഭയ്ക്കുണ്ടാകുന്ന മാറ്റം. അവിടെ ആൾക്കാരല്ല മഹത്വപ്പെടുന്നത്, ക്രിസ്തുവാണ്. അവൻ തന്നെയാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും ജ്ഞാനവും എന്ന് വരുമ്പോൾ അനേകം വിശുദ്ധന്മാരെ ഉണ്ടാക്കുവാൻ, മിഷണറിമാരെ ഉണ്ടാക്കുവാൻ, കർത്താവിന് വേണ്ടി മരിക്കാൻ ആകുന്ന യൗവനക്കാർ. പ്രിയ സഹോദരങ്ങളെ, ഈ പറയുന്ന യൗവനക്കാർ, മിഷണറിമാർ പോകുന്നവരെല്ലാം എല്ലാം 30 താഴെയുള്ളവരാണ്. വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ. എഡ്യൂക്കേഷൻ വേണ്ട, ജോലി വേണ്ട എന്ന് പറഞ്ഞ് മിഷണറി വേലയ്ക്ക്, നമ്മളൊന്നും ഒരിക്കലും പോകാത്ത രാജ്യങ്ങളിലേക്ക് അവർ പോകുന്നത്. അതൊക്കെ അത്ഭുതമാണ്. ഞാനിതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. അത് സാധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അവരിൽ, ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പാണ് ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പം അദ്ദേഹം വേറൊരു സ്ഥലത്താണ്, ഞാൻ എവിടെയെന്ന് പറയില്ല, ഇറാഖിൽ അദ്ദേഹം മിഷണറിയായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയമാണ്. അപ്പം ഐസിസുകാരൊക്കെ, പുള്ളി പോയുള്ളൂ, അവിടെ ഐസിസുകാരൊക്കെ ഉണ്ട്, പക്ഷെ അവർ കുറേയൊക്കെ തീർന്നു പോയി. കുറച്ച് പേർ അവിടെ ഇവിടെയൊക്കെ ബോംബ് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അമേരിക്ക കൊണ്ട് അവരുടെ തല്ലോട്ട് ഓരോ ബോംബുകളിടും. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഒരു ദിവസം രാവിലെ ഇവരുടെ നാട്ടിൽ, ഇവരുള്ള സ്ഥലത്ത് ബോംബിട്ടതായിട്ട് വാർത്ത കേൾക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പറയാൻ വേണ്ടി വിളിച്ചതാണ്, പക്ഷേ രാവിലെ തൊട്ട് ഇവർക്ക് ഫോൺ കിട്ടുന്നില്ല. ഇവർക്ക് എന്തു പറ്റി? ആകെ അങ്കലാപ്പായി. നമ്മുടെ സഭയിലൊരു മൂപ്പനാണ് ഈ മോൻ. അവനിപ്പോൾ 30-32 വയസ്സ് കാണുള്ളൂ. അന്ന് 25 പോലും ഇല്ല. വൈകിട്ടൊരു 9 മണി 10 മണിയായപ്പം ഫോണിൽ കോണ്ടാക്ട് കിട്ടി. എന്താ പറഞ്ഞെന്നറിയോ? അങ്കിളെ, ആദ്യമായിട്ട് ഞങ്ങളുടെ ചർച്ചിലൊരു സ്നാനം നടക്കുക, അതുകൊണ്ട് ഞങ്ങൾ വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ നിങ്ങളിങ്ങ് തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോൾ എന്നാ പറഞ്ഞെന്നറിയോ? ഞങ്ങളിപ്പോൾ തിരിച്ചു തന്നിട്ട് ഈ യുദ്ധത്തിനിടയിൽ, ഇവർ മരിക്കുന്നതിനിടയിൽ ഞങ്ങൾ ഇവരെ ഇട്ടിട്ട് പോന്നാൽ കർത്താവ് അവരെ സ്നേഹിച്ചു നമ്മൾ എങ്ങനെ പറയും? അവർ വിശ്വസിക്കുമോ? അവരുടെ കൂടെ മരിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഈ ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളിവിടെ അധ്വാനിച്ചത് വെറുതെ ആയി പോവില്ലേ? അവർ വന്നില്ല. യുദ്ധം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളാണ് ഞങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിച്ചത്. ആ സ്നേഹം അവരുടെ ഉള്ളിൽ കർത്താവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അവർ വീട്ടിൽ ആരുണ്ടെന്നോ, അപ്പം കരയോന്നോ, അമ്മ നോക്കുമോ ഒന്നും ആലോചിക്കുന്നില്ല. ദാറ്റ് ഈസ് ഹൗ. അതെല്ലാവരും അങ്ങനെ ആവുന്നൊന്നുമല്ല. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ അങ്ങോട്ട് അങ്ങനെ ഒന്നും പോകുന്നു വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. പക്ഷെ കർത്താവിനെ പ്രസാദിപ്പിക്കാനുള്ളൊരു മനസ്സ്, സ്വയം പുകഴാതെ കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള വിശുദ്ധന്മാർ സഭയിൽ ഉണ്ടാകണമെങ്കിൽ ഈ ഞായറാഴ്ചകളിലുള്ള പതിവ് പരിപാടികൾ പോരാ. ക്രിസ്തു എന്ന അടിസ്ഥാനം ഒരു സഭയിൽ വീഴുന്നത് വരെയും അവിടെ അപ്പോസ്തലിക ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ സ്വയം തകർന്നുകൊണ്ടേയിരിക്കണം. ഒരുത്തൻ പ്രസംഗം നല്ലതാന്ന് പറയുമ്പം ഹൃദയം തകരണം. അയ്യോ, പ്രസംഗം നല്ലതല്ല, അതല്ല പ്രശ്നം. ക്രിസ്തു നല്ലവനാണെന്നുള്ളതാണ് പ്രശ്നം. അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. നമുക്ക് പിന്നെ ഒരിക്കൽ കാണാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ കർത്താവ് അടിസ്ഥാനമായ സഭകളായിട്ട് നമ്മുടെ ഓരോ സഭകളും മാറട്ടെ. IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ, ഇതൊന്നും അല്ല പ്രശ്നം.
ക്രിസ്തു അതിന് അടിസ്ഥാനമായി വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഏത് സഭയ്ക്കും വേണേ നന്നാകാം, അല്ലേ? കർത്താവിലേക്ക് തിരിയാം, ഏത് സമയത്ത് തിരിയും. പക്ഷെ തിരിയില്ല. അതാണ് എൻ്റെ പ്രശ്നം. ഒന്ന് തിരിഞ്ഞ് കണ്ടാൽ മതിയായിരുന്നു, പക്ഷെ ഒന്ന് തിരിഞ്ഞ് കണ്ടാൽ മതി, തിരിയില്ല. കാരണം ഇത് അത്രയും കൊമേഴ്സ്യലൈസ് ആയിപ്പോയി. നമുക്കൊരു സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നിടത്തോളമൊക്കെ പ്രവർത്തിക്കാം. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ, നിന്നെ അന്വേഷിക്കുന്ന ഒരു ജനം ഈ ദേശത്തുണ്ടാകാൻ ഞങ്ങളുടെ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങേ മാത്രം മഹത്വപ്പെടുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. പ്രോപ്പറായിട്ട് അങ്ങേ വർഷിപ്പ് ചെയ്യുവാൻ, പ്രോപ്പറായിട്ട് അങ്ങയുടെ മഹത്വത്തെ കാണുവാൻ. കർത്താവെ, അങ്ങ് എത്ര വലിയ ദൈവമെന്ന് ഞങ്ങൾക്ക് സന്തോഷത്തോടെ ഓർത്ത് അപ്പാ എന്ന് വിളിച്ച് അങ്ങേ ആരാധിക്കുവാനുള്ള ആ തകർന്ന ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അവിടുന്ന് സൗജന്യമായി രക്ഷിച്ചു. അങ്ങയുടെ നീതിവസ്ത്രം ഞങ്ങളെ ഉടുപ്പിച്ചു. അങ്ങയുടെ വിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളെ ക്രിസ്തുവിനെ പോലെ ആക്കുന്ന, വാഗ്ദത്തങ്ങളാൽ ഞങ്ങൾ ഉറപ്പിക്കുന്ന, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുന്ന അങ്ങയുടെ വലിയ കൃപയോർത്ത് നന്ദി പറയുകയും ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ ആ ഓട്ടത്തിൻ്റെ തികവിലെത്തിക്കുവാനുള്ള അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുകയും ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.